പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നാച്ചയം ഹല്ലേലൂയ. ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധന നമ്മുടെ ജീവിതശൈലിയായി മാറണം. ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആരാണ്? യേശുവിനെ ആരാധിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളാകാം, അക്രൈസ്തവരാകാം, പെന്തിക്കോസുകാരാകാം, ബ്രദറുകാരാകാം, കത്തോലിക്കരാകാം, യാക്കോബക്കാരായിരിക്കാം. ആരായിരുന്നാലും നമ്മളെല്ലാവരും ആരാധിക്കുന്നവരായി തീരണം. അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ ജീസസ് ഫാമിലി ആരാധന തുടങ്ങിയിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായിട്ട് ഒരു ഉദ്ധരണി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞത് പീറ്റർ മാർഷൽ. God will not permit any troubles to come upon us unless He has a specific plan by which great blessings can come out of the difficulty. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു കഷ്ടത നമുക്കുണ്ടാകുവാൻ ദൈവം അനുവദിച്ചാൽ അതിനൊരു ദൈവിക ഉദ്ദേശം ഉണ്ടാകും. ആ കഷ്ടതയിലൂടെ വലിയ ഒരു അനുഗ്രഹം പുറത്തു വരും നമുക്ക് വേണ്ടി, കേട്ടോ. ഹല്ലേലൂയ. ഇതാ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്തിനാണ് അനുഗ്രഹിക്കുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, നമ്മൾ അനുഭവിക്കാൻ മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട്. സദൃശവാക്യം 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വിഷയം, ദൈവം സമ്പത്ത് തരുന്നു. എന്തിന്, എങ്ങനെ? ശ്രദ്ധിച്ചു കാണും. അസാധാരണമായൊരു സന്ദേശമാണ് കർത്താവ് എനിക്ക് തന്നത്. സദൃശവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു. ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് വൺ റിച്ച് ആൻഡ് ഹി ഡസ് നോട്ട് ആഡ് സോറോ ടു ഇറ്റ്. ദൈവം തരുന്ന സമ്പാദ്യത്തോടൊപ്പം വേദന, കഷ്ടത, പ്രയാസം കൂട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് സമ്പത്തുണ്ടാക്കാനുള്ള കൃപ തരുന്നു. ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് വൺ റിച്ച്. നമുക്ക് പണം തരുമെന്നല്ല പറഞ്ഞ്, നമുക്ക് കുറച്ച് സ്വർണ്ണക്കട്ടി തരുമെന്നല്ല പറഞ്ഞ്, നമുക്ക് കുറച്ച് ഭൂമി തരുമെന്നല്ല, അല്ലേ? വിശദീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഹി വിൽ മേക്സ് അസ് റിച്ച്. ദ ബ്ലെസ്സിങ് വിൽ മേക്ക് യു റിച്ച്. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള കൃപ കർത്താവ് തരുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസി ധനവാനായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്തുമാത്രം ധനവാനാകണം, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ പരിശ്രമം പോലെ ഇരിക്കും. നിങ്ങൾ ഞെരുക്കത്തിൽ താമസിക്കുന്നവരായിരിക്കാൻ പാടില്ല. നീ പറയുന്നത് കേട്ടാട്ടോ, പട്ടിണി ശാപമല്ല, പക്ഷെ പട്ടിണിയിൽ തന്നെ കഴിയുന്നത് ഭോഷത്വമാണ്. ആ പട്ടിണിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മൾ ഞെരുക്കത്തിൽ നമ്മൾ പുറത്തു വരണം. ഞെരുക്കം, പട്ടിണിയൊന്നും മോശമല്ല കേട്ടോ, ദാരിദ്ര്യം മോശമല്ല, പക്ഷേ അതിനകത്ത് കഴിയുന്നത് മോശമാണ്. അതിനകത്ത് നമ്മൾ പുറത്തു വരണം. അനുഗ്രഹം കിട്ടുന്നത് പതുക്കെയാണ്, ശാപം കിട്ടുന്നത് ഷുന്നായിരിക്കും, കേട്ടോ. അനുഗ്രഹത്തിന് 3 തത്വങ്ങളുണ്ട്, 3 ഘടകങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. നല്ല മലയാളം ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിന് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ, ഏതിനൊക്കെ കാര്യത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം ഏതൊക്കെ കാര്യത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകുന്നത്? നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഒരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് വേറെ എടുക്കണം. ആ ഇൻഷുറൻസിനകത്ത് നോക്കുക, ഇത് ഏതൊക്കെ കവർ ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ട് ഏതൊക്കെ കാര്യത്തിന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാകും. അതുപോലെയാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അനുഗ്രഹം, അതിന് ഏതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അത് പഠിക്കുവാനായിട്ട് ഡ്യൂട്രോണമി 28-ാം അധ്യായം. ചിലർക്കത് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇഷ്ടമുള്ളവർ, ഞാൻ 31 അനുഗ്രഹം 28-ാം അധ്യായത്തിൽ നിന്ന്, 28-ൻ്റെ 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ നിന്നും 31 അനുഗ്രഹം വലിയ പോസ്റ്ററായിട്ട് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏതെങ്കിലും ഓഫീസിൽ കിട്ടുമെങ്കിൽ വാങ്ങിച്ചാട്ടെ. രണ്ടാമത് അച്ചടിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നല്ലതായിരിക്കും. പലരും അത് ഫ്രെയിം ചെയ്തിട്ട് അവരുടെ വീടുകളിലൊക്കെ തൂക്കിയിട്ടുണ്ട്. 31 അനുഗ്രഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ കാര്യത്തിനകത്താണ് ദൈവം തരുന്ന അനുഗ്രഹം, ഏതൊക്കെ കാര്യത്തിനകത്തുള്ളായിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ വായിക്കണോ? 1 മുതൽ 8 വരെ ഞാൻ വായിക്കാം. നിൻ്റെ ദൈവമായി യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. ഇത് മറന്നു പോകരുത്. ഞാൻ ഈ 31 അനുഗ്രഹം എഴുതിയിരിക്കുന്നതിന് മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പലരും അത് വിട്ട് കഴിപ്പിച്ചാൽ ഈ അനുഗ്രഹത്തെ പോസ്പറ്റി മാത്രം എന്തിനാണ് പറയുന്നത്? അതെ, ദൈവത്തിൻ്റെ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടന്നാൽ, ഹല്ലേലൂയ, ഈ പറയുന്ന 31 അനുഗ്രഹവും കിട്ടും. 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കേട്ടെ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും.
പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുട്ടയും മാവ് കഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം ഈ പറയുന്ന 8 വാക്യത്തിനകത്ത് വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ 1-ാമത്തെ വാക്യത്തിലാണ്. ദൈവം തരുന്ന കൽപ്പനകളെല്ലാം അനുസരിച്ച് നടന്നാൽ. 9-ാമത്തെ കാര്യമാണ്, നിൻ്റെ ദൈവമായി യഹോവയുടെ കൽപ്പനകളുടെ പ്രമാണത്തിൻ്റെ വഴികൾ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ വിശുദ്ധ ജനമാക്കി തീർക്കും. അനുസരിക്കുക, അല്ലാതെ വെറുതെ ഒന്നും അനുസരിക്കാനൊന്നും മനസ്സില്ല. അനുഗ്രഹം വേണം, അനുസരിക്കാനൊന്നും മനസ്സില്ല. വീട്ടിലെ പട്ടിണി മാറണം, അനുസരിക്കാനൊന്നും മനസ്സില്ല. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, അനുസരിക്കാൻ മനസ്സില്ല. MBBS അഡ്മിഷൻ വേണം, അനുസരിക്കാൻ മനസ്സില്ല. ബിസിനസ് അനുഗ്രഹം പ്രാപിക്കണം. എങ്ങനെ സാധിക്കുന്നത്? നിങ്ങളാണെങ്കിൽ അല്ലേ, നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ഒന്നും അനുസരിക്കുക. വേണ്ട കൂടെ ഒന്ന് രൂപ കൊടുക്കുമോ? ആദ്യമൊക്കെ ചിലപ്പോൾ കൊടുത്തൊന്നും വരും, പിന്നെ ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കത്തില്ല, കോളേജിൽ പോകാൻ പറഞ്ഞാൽ കോളേജിൽ പോകത്തില്ല, ഇവിടെ ഇരിക്കുക. എന്നിട്ട് പറയുക എനിക്ക് രൂപതാ അല്ലേ. അപ്പോൾ ദൈവം പറഞ്ഞെല്ലാം അനുസരിച്ച് 1-ാമത്തെ വാക്യത്തിനകത്തും 9-ാമത്തെ വാക്യത്തിൻ്റെയും അനുസരണത്തിന് നടുക്കാണ് ഈ 8 വാക്യത്തിനകത്തെ അനുഗ്രഹം പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ കാര്യത്തിനകത്ത് അനുഗ്രഹിക്കുന്നത് എഴുതിയെടുക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും 2-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിനകത്തും ഹല്ലേലൂയ, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ എവിടെയായിരുന്നാലും, ലൊക്കേഷൻ ഇല്ലാതെ എവിടെയായിരുന്നാലും, അത് കേരളത്തിലായിരിക്കാം, ബോംബെയിലായിരിക്കാം, ദുബായിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, നീ എവിടെയായിരുന്നാലും അവൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എല്ലായിടത്തും പതിക്കുന്നത് പോലെ നീ എവിടെയായിരുന്നാലും ദൈവത്തിന് അനുഗ്രഹം. 1-ാമത്തെ വാക്യം 9-ാമത്തെ അതിനകത്താണെങ്കിൽ എല്ലായിടത്തും നീ അനുഗ്രഹമായി. കരയിലാണെങ്കിൽ, പർവ്വതത്തിലാണെങ്കിൽ, കടലിലാണെങ്കിൽ, ആകാശത്തിലാണെങ്കിൽ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും നീ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഒന്ന്, ലൊക്കേഷൻ ഇല്ലാതെ അൺലിമിറ്റഡ് നിന്നെ അനുഗ്രഹം പ്രാപിക്കും. വിശ്വസിക്കണം. 2-ാമത്തെ കാര്യം, 1-ഉം 9-ൻ്റെ ഇടയ്ക്കാണിത് കേട്ടോ. 2-ാമത്തെ കാര്യം, നിൻ്റെ മക്കളും നിൻ്റെ തലമുറകളായിട്ടുള്ള അനുഗ്രഹമാണ്. 4-ാമത്തെ വാക്യം, നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. തലമുറകളായിട്ടുള്ള അനുഗ്രഹം, നിൻ്റെ പശുക്കളുടെ പോലും, നിൻ്റെ കോഴികളുടെ പോലും. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ പറയും, നിൻ്റെ കോഴി 2 മുട്ടയിട്ടെന്ന് വരും. കോഴി 2 മുട്ട ഇടുമോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കോഴി 2 മുട്ടയിട്ടുണ്ട്. ഇടുന്ന മുട്ട ചിലപ്പം ഡബിളായിരിക്കും, ഒരെണ്ണത്തിനകത്ത് 2 ഉണ്ണി കാണും അല്ലേ. ആട് പ്രസവിക്കുമ്പോൾ സാധാരണ 3 ആട്ടുകുട്ടിയെ കിട്ടുന്നെങ്കിൽ നിനക്ക് 5 കിട്ടും. പശുവിനെ പ്രസവിക്കുന്ന പോലും പശുക്കിടാക്കളായിരിക്കും, കാളകളായിരിക്കത്തില്ല. കാള വേണ്ടുന്നവർക്ക് കാള, അല്ലാത്തവർക്ക് പശുക്കിടാക്കളാണ് ആവശ്യം. ഹല്ലേലൂയ. അനുഗ്രഹം നിൻ്റെ പുറകെ വരും, നീ അനുഗ്രഹിക്കപ്പെടും. ഇനിയും പറയുന്നത് കേട്ടെ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടില്ല. പക്ഷേ ലോത്തായിരുന്ന സ്ഥാനത്ത് അവനെ ദൈവം അനുഗ്രഹിച്ചു, അവനെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്താ കാര്യം? അബ്രഹാമിൻ്റെ അനുഗ്രഹം ലോത്തിൻ്റെ പുറത്തൂടെ വീണതാണ്. ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടില്ല, പക്ഷേ അബ്രഹാമിൻ്റെ കവറിങ് അവനുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ മേലും വന്നു. ലോത്ത് മാറിപ്പോയിട്ടും അബ്രഹാമിൻ്റെ വാഗ്ദത്തം അവനിലേക്ക് നടന്നു കയറി, അവനിലേക്ക് പടർന്നു കയറി, അതിൻ്റെ ലിങ്ക് അവനിലുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ കൃഷിഭൂമിയിൽ നിൻ്റെ പശുക്കൾക്ക് അല്ലേ. ഒരിക്കലും ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ പട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം പറഞ്ഞു, ഇനി പട്ടിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പട്ടിയുടെ പുറത്ത് അതെ, പട്ടിക്കും ഉണ്ടാകും, നിൻ്റെ പൂച്ചയ്ക്കും ഉണ്ടാകും, നിൻ്റെ വീട്ടിലെ സകല മൃഗങ്ങൾ, നിൻ്റെ കോഴികൾക്കുണ്ടാകും, നിൻ്റെ കൃഷിഭൂമിക്കുണ്ടാകും, നിൻ്റെ വാഴയ്ക്കുണ്ടാകും, നിൻ്റെ തെങ്ങിനുണ്ടാകും. എനിക്കത് നല്ലതുപോലെ അറിയാം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ തലമുറകൾക്കായിട്ടുള്ള അനുഗ്രഹം നിൻ്റെ കൃഷിഭൂമിയിലെയും നിൻ്റെ മൃഗങ്ങളുടെയും അതിനകത്തും ഉണ്ടാകും. ഹല്ലേലൂയ അല്ലേ. അതാണ് നിൻ്റെ കന്നുകാലികൾക്കുണ്ടാകും, നിൻ്റെ കൃഷിഭൂമി, നിൻ്റെ ബിസിനസ്സിനുണ്ടാകും. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം, 4 കൂടെ വായിക്കാം, 4ഉം 5ഉം കൂടെ വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. നിൻ്റെ ഗർഭഫലവും നിൻ്റെ ഭാര്യയിലുണ്ടാകുന്ന മക്കൾ, ഹല്ലേലൂയ, നിൻ്റെ കൃഷിഭൂമിയിലുള്ള ഫലം, നിൻ്റെ മൃഗങ്ങളുടെ ഫലം, നിൻ്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. 1-ൻ്റെ 9-ൻ്റെ ഇതിടയ്ക്ക് ശ്രദ്ധിക്കണം. 1-ഉം 9-ഉം ചെയ്തു കഴിയുമ്പോൾ നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. നീ നടുന്ന നിൻ്റെ വാഴയും അയൽക്കാരൻ്റെ വാഴയും കൂടെ നോക്കുമ്പോൾ നിൻ്റെ വാഴയായിരിക്കണം അതിനകത്ത് ഏറ്റവും നല്ലത്.
നിൻ്റെ കച്ചവടമായിരിക്കണം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. ഹാലലിയ. 1:9 ഉടയ്ക്കായിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നീ എവിടെയായിരുന്നാലും എനിക്ക് നിൻ്റെ കൃഷിഭൂമി, നിൻ്റെ ബിസിനസ് സകലതും അനുഗ്രഹിക്കപ്പെടും. 4-ാമത്തെ കാര്യം, നിൻ്റെ ജോലിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജോലിയിൽ നീ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ അനുഗ്രഹം പ്രാപിക്കും. 6-ാമത്തെ വാക്യം, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ജോലിക്ക് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ കൃഷിഭൂമിയിൽ നടക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ ജോലിയിൽ നീ എവിടെ പോയാലും, നീ എറണാകുളത്തായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, ദുബായിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, ന്യൂസിലൻഡിലായിരിക്കും, എവിടെയാണെങ്കിലും. ഇനിയും പറഞ്ഞു കേട്ടാണ്, ജോസഫ് ചെന്നിടത്തെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. ജോസഫ് സ്വന്തം വീട്ടിൽ അനുഗ്രഹം പ്രാപിച്ചു. അവൻ്റെ സഹോദരന്മാരെ പിടിച്ച് കിണറ്റിൽ അവിടെ അനുഗ്രഹം പ്രാപിച്ചു. അതുകൊണ്ട് അവരെ കിണറ്റിലിടാതെ പോയാതെ അവനെ പൊത്തിപ്പറിൻ്റെ വീട്ടിലെത്തിച്ചത്. നീ എവിടെയായിരുന്നാലും കിണറിനാണെങ്കിലും അല്ല, പൊത്തിപ്പറിൻ്റെ വീട്ടിൽ അവൻ അനുഗ്രഹം പ്രാപിച്ചു. ജയിലിൽ ചെന്നപ്പോൾ അവരെ അനുഗ്രഹം പ്രാപിച്ചു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അനുഗ്രഹം പ്രാപിച്ചു. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ചിലപ്പോൾ ഇന്ന് നിൻ്റെ അനുഗ്രഹം കണ്ടില്ലെന്ന് വരാം. മറ്റുള്ളവരും അല്ല എലിയ പറഞ്ഞ് നടന്ന എന്താ പ്രയോജനം ഉണ്ടായി ഇല്ല അതൊക്കെ. പക്ഷേ നീ കാത്തിരിക്കുക, അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു അടുക്കള വേലക്കാരി ആയിരിക്കാം, നിങ്ങളൊരു ഡ്രൈവറായിരിക്കാം, നിങ്ങളൊരു ക്ലർക്കായിരിക്കാം, നിങ്ങളൊരു മാനേജരായിരിക്കാം, നിങ്ങളൊരു അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കാം, നിങ്ങൾ സീനിയർ പാസ്റ്റർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആരായിരുന്നാലും. നിങ്ങൾ ചെല്ലുന്ന സ്ഥാപനം, യോസഫ് മുഖാന്തരം പൊത്തിപ്പറിൻ്റെ വീട് അനുഗ്രഹം പ്രാപിച്ചു. നിങ്ങൾ കൃഷിക്കാരൻ ഒരു തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്താലും മറ്റുള്ളവർ കാണണം, നീ ചെയ്യുന്ന കൃഷിയാണ് മറ്റുള്ളവർ കൃഷിയേക്കാൾ നല്ലത്. അത് കാണണം, മറ്റുള്ളവർ കാണണം. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, നിൻ്റെ ശത്രുക്കൾ നിന്നോട് എതിർക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ശത്രുക്കളെ എതിർക്കുന്ന സമയത്ത് 7-ാമത്തെ വാക്യം, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുന്നിൽ ഓടിപ്പോകും. 7 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യയെ കാണിക്കുന്നു. അവർ വരുന്ന ഒരിടത്തൂടാണ്, പക്ഷേ അവർ പൊട്ടി നശിച്ചു പോകുവാൻ തക്കണം. നമ്മൾ പ്രാർത്ഥിക്കരുത് ആരും നശിച്ചു പോകണമെന്ന്. അത് പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ്. പുതിയ നിയമത്തിനകത്തെ ഉപദേശം, കർത്താവിന് നന്മ വരണമേ. ഒരു സഹോദരി എനിക്ക് ഫോൺ ചെയ്യും, പറയാം, എൻ്റെ മോനെ അവന് 2 പെൺമക്കളുണ്ട്, ദൈവം അവരെ ഒന്ന് ഉടയ്ക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഇല്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അമ്മാമ്മയെ പ്രാർത്ഥിക്കരുത്. അമ്മാമ്മ എന്തുവാ പ്രാർത്ഥിക്കണ്ടേ? അനുഗ്രഹിക്കണമേ കർത്താവേ, അവൻ എനിക്ക് ദോഷം ചെയ്തു, പക്ഷേ അവൻ്റെ മക്കൾക്ക് നന്മ കൊടുക്കണം, അവന് നല്ല ആരോഗ്യം കൊടുക്കണം, അവൻ്റെ ബിസിനസ് അനുഗ്രഹം പ്രാപിക്കണം, അവൻ്റെ കൃഷിഭൂമി അനുഗ്രഹം പ്രാപിക്കണം. ശത്രുക്കൾക്ക് നന്മ വരാനാണ് നമ്മുടെ പുതിയ നിയമം പറയുന്നത്. യേശു അതാണ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും പറയുന്നുണ്ട്, 7 വഴിയായിട്ട് ഓടിപ്പോകും. പെർഫെക്റ്റ് നമ്പർ അവർ ഓടിപ്പോകും. നിൻ്റെ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ എൻ്റെ ശത്രുക്കളെ എൻ്റെ മിത്രങ്ങളാക്കി തീർക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും ശത്രുക്കളില്ല. എന്നെ പിന്നെ വെറുതെ കുറ്റം പറയുന്നവരുണ്ട്, അത് വേറൊരു ബിസിനസ്സായതുകൊണ്ട് ചെയ്യുന്നത്, അതവരുടെ ശുശ്രൂഷയായതുകൊണ്ട് ചെയ്യുന്ന. ഇല്ലെങ്കിൽ എനിക്കൊന്നും ശത്രുക്കൾ, ഇന്ന് ഒരു ശത്രു പോലും ഇല്ല ദൈവത്തിൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അതുകൊണ്ട് ശത്രുക്കൾ ഇല്ലാത്ത. നിൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. നിൻ്റെ ജീവിതത്തിൽ യുദ്ധമില്ലെങ്കിൽ നിനക്ക് ജീവനില്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് നിനക്ക് ജീവനുണ്ടെങ്കിൽ യുദ്ധമുണ്ടാകും. യുദ്ധം നിന്നെ ജയാളിയാക്കുന്നു. യുദ്ധം നിനക്ക് ബലം തരുന്നു. യുദ്ധം നിനക്ക് സ്വയവിശ്വാസം തരുന്നു. യുദ്ധം നിനക്ക് പഴുതുകൾ അടയ്ക്കുവാൻ, പാപങ്ങൾ അടയ്ക്കുവാൻ സാധിക്കുന്നു. പ്രശ്നം വന്നു കഴിയുമ്പോഴാലോചിക്കുന്നത് എന്തുകൊണ്ടാണ് വന്നത്, കർത്താവ് ഇതെന്താ മാറാത്തത്, ജീവിതം പരിശോധിക്കാനൊക്കെ. അല്ലേ, നല്ലതാണ്, യുദ്ധം നല്ലതാണ്, പ്രശ്നങ്ങൾ നല്ലതാണ്, രോഗവും നല്ലതാണ്. ആ സമയത്താണ് നമ്മുടെ പഴുതുകൾ, പാപങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ വയ്ക്കുന്നത്. ഹല്ലേലൂയ. യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ചിലപ്പോൾ ഒരു വൈറസ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഒരു കോർട്ട് കേസായിരിക്കാം, ചിലപ്പോൾ ആ ശത്രു നിൻ്റെ ഒരു ബന്ധുവായിരിക്കാം. സാരമില്ല. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നെ ഇവയിൽ നിന്നെല്ലാം രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേലൊരു കൊട പോലെ നിൽക്കുന്നു, ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നു. യുദ്ധം വരുമ്പോൾ നീ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. പക്ഷെ ഓർക്കണം, നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെയുള്ളവൻ, അവൻ നിൻ്റെ പാർട്ട്ണറാണെങ്കിൽ നിന്നോട് കൂടെയുള്ളവൻ. യോഹന്നാൻ 4:4 കാണാതറിയാവുന്ന വാക്യമല്ലേ, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. നിന്നിലുള്ളവൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ട് ലോകത്തിലുള്ളവനേക്കാൾ സകല ശത്രുക്കളെക്കാളും വലിയവനാണ് നിന്നിലുള്ള യേശു. അതുകൊണ്ട് നിൻ്റെ ശത്രുക്കളെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇത് തുടരണമെങ്കിൽ, ഈ ശത്രുക്കൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ, ശത്രുക്കൾ ഉണ്ടായാൽ അവർ നിങ്ങളുടെ മിത്രങ്ങളായി തീരണമെങ്കിൽ 1-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യത്തിന് ഇടയ്ക്കായിരിക്കണം നിൻ്റെ ജീവിതം. ABCDEF 6-ാമത്തെ കാര്യം.
നമ്മുടെ സ്റ്റോർ ഹൗസിനെ, നമ്മുടെ പത്തായത്തെ, നമ്മുടെ ബാങ്കിലെ പണത്തെ അത് കവർ ചെയ്യുന്നു. അല്ലേ? ബാങ്കിനകത്ത് കിടക്കുന്ന രൂപ ഒത്തിരി മോഷണം പോകുന്ന കാലമാണ്. ആരെങ്കിലും ഒരു ഫോൺ, എനിക്കും ഫോൺ വന്നു കേട്ടോ, നിങ്ങളുടെ ഒരു കാര്യം ശരിയാക്കാനുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താട്ടെ. ഞാൻ ക്ലിക്ക് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ പണം പോയില്ല. ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ പണമെല്ലാം പോകുമായിരുന്നു. എന്താ, എൻ്റെ ദൈവം എൻ്റെ സ്റ്റോർ ഹൗസിനെ, എൻ്റെ ബാങ്കിനകത്തെ പൈസ പോലും കവർ ചെയ്യുന്നവനാണ്. ഒരു വിശ്വാസിയുടെ എല്ലാ തുറകളിലും ദൈവം അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഐ ആം ബ്ലസ്ഡ്. നിങ്ങളും പറയണം, ഐ ആം ബ്ലസ്ഡ്. പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞാട്ടെ, അപ്പച്ച പറഞ്ഞാട്ടെ, അമ്മച്ചി പറഞ്ഞാട്ടെ, സഹോദര പറഞ്ഞാട്ടെ, സഹോദരി പറഞ്ഞാട്ടെ, മോനെ പറഞ്ഞാട്ടെ, മോളെ പറഞ്ഞാട്ടെ, പാസ്റ്ററെ പറഞ്ഞാട്ടെ, സൺഡേ സ്കൂൾ ടീച്ചറെ പറഞ്ഞാട്ടെ, വിശ്വാസി പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ തുറകളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ തലം, അനുഗ്രഹത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്? നാം പറയും, ഗോഡ് ബ്ലസ് യു, ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എന്തുവാ അതിൻ്റെ അർത്ഥം? ലില്ലി അടുക്കൽ ആരെങ്കിലും ചോദിക്കുക, ഹൗ ആർ യു, എങ്ങനെയുണ്ട് അമ്മേ? ഉടനെ ലില്ലി പറയുന്നതാണ്, ഐ എം ബ്ലസ്ഡ്. ഞാൻ എന്തുവാ ഈ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്? വീടുണ്ടെന്നാണോ? ഞങ്ങൾക്ക് വീടില്ല, ദൈവം സാക്ഷി. ഞങ്ങൾക്ക് പുരയിടമില്ല, ദൈവം സാക്ഷി. ഞങ്ങൾക്ക് കാറില്ല, ദൈവം സാക്ഷി. ഞങ്ങൾക്ക് മോട്ടോർ സൈക്കിളില്ല, ദൈവം സാക്ഷി. ഞങ്ങൾക്കൊരു സൈക്കിളുമില്ല. പിന്നെ എന്തുവായി ദൈവത്തിനെ അനുഗ്രഹിക്കപ്പെടുന്നത് പറയുന്നത്? അല്ലേ? ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളോടൊരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ നിൻ്റെ പാർട്ട്ണറായിരിക്കും, ഞാൻ നിൻ്റെ ആത്മീയ ദൈവീക പാർട്ട്ണറായിരിക്കും. ഹല്ലേലൂയ. പണം വന്നെന്ന് വരാം, പണമില്ലെന്ന് വരാം, വീട് തന്നെന്ന് വരാം, വീടില്ലെന്ന് വരാം, പക്ഷേ ദൈവം നമ്മുടെ പാർട്ട്ണറാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞാൽ അവൻ തന്നെത്താനും നമുക്ക് തരികയാണ്, അവൻ സ്വയം നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തരികയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്, അവൻ്റെ പാർട്ട്ണർഷിപ്പ്. അവൻ നമ്മളോട് കൂടെയുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്ത് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഒത്തോടെ 15-ാം അധ്യായം. അതിനുശേഷം അബ്രഹാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ, കണ്ടോ പാർട്ട്ണർഷിപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. രൂപ തരാമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, കുറച്ച് സ്വർണം തരാമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, ആടുമാളുകളെ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞില്ല കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞത്? ഞാൻ എന്നെ തന്നെ നിനക്ക് തിരികെയാണ്, ഞാൻ നിൻ്റെ പരിചയമായിരിക്കും, നിൻ്റെ അതിമഹത്തായ പ്രതിഫലമായിരിക്കും. അതിന് അബ്രഹാം, കർത്താവായ യഹോവ ഇന്ന് എനിക്ക് എന്തു തരും എന്ന് ചോദിക്കുമല്ലോ, തരും. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിനക്ക് പാർട്ട്ണറായിട്ട് തരുന്ന സമയത്ത് അവൻ നിനക്ക് വേണ്ടുന്നത്, അവൻ നിൻ്റെ കൂടെ നിന്ന് അവൻ നിന്നെ സഹായിക്കും. ഞാൻ നിനക്ക് പരിചയമായിരിക്കും. പിന്നെ എന്തോ വേണം? ആരെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും വൈറസ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞാൻ നിനക്ക് പരിചയമായിട്ട് നിൽക്കും, നിനക്ക് റിവാർഡായിരിക്കും. അതിമഹത്തായ പ്രതിഫലം, സാധാരണ പ്രതിഫലമല്ല, സാധാരണ റിവാർഡല്ല, അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ നിനക്ക് എന്തായിരിക്കണമോ ഞാനതായിരിക്കും. പ്രതിഫലം, എന്തോത്തിൻ്റെ പ്രതിഫലം? കുറച്ച് രൂപ വേണം, തരാം. ആരോഗ്യം വേണം, ഞാൻ തരാം. എൻ്റെ മകൾക്കൊരു ജോലി വേണം, തരാം. എൻ്റെ മോനൊരു കല്യാണം നടക്കണം, തരാം. എൻ്റെ മരുമകൾക്ക് കുഞ്ഞുങ്ങളില്ല, തരാം. ഹല്ലേലൂയ. അവൻ എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, എക്സീഡിങ് ഗ്രേറ്റ്, സാധാരണമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ കയ്യിൽ കൊച്ചനുഗ്രഹമൊന്നുമില്ല. ദൈവത്തിൻ്റെ പക്കലുള്ളത് വലിയ അനുഗ്രഹമാണ്, ഏറ്റവും ബെസ്റ്റസ്റ്റ് അനുഗ്രഹമാണ്. എൻ്റെ ഇംഗ്ലീഷാണ് അത് കേട്ടോ. ഏറ്റവും നല്ല അനുഗ്രഹമാണ്, ഗ്രേറ്റ് റിവാർഡായിരിക്കും, അതിമഹത്തായ പ്രതിഫലം. അത് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് അനുഗ്രഹം. കുറച്ച് പണം, സ്വർണം, അതൊക്കെ തന്നെത്താൻ നീ ഉണ്ടാക്കിയെടുക്കണം. കർത്താവ് നിന്നെ സഹായിക്കും. അതിനുവേണ്ടി 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് അബ്രഹാമിൻ്റെ അടുക്ക പറയുന്നുണ്ട്, വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. എൻ്റെ മുൻപാകെ നടന്ന കുറ്റമില്ലാത്തവനായിത്തീരുക, നിഷ്കളങ്കനായിത്തീരുക, കളങ്കമില്ലാത്തവനായിത്തീരുക. ഹല്ലേലൂയ. എന്താ കാര്യം? ഞാൻ സർവ്വശക്തിയുള്ളവനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. ബി, എന്നിൽ നിന്നും ശക്തി സംഭരിച്ച് ഞാൻ തരാം. ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്, എൻ്റെ എല്ലാത്തിനും ശക്തിയുണ്ട്. നിന്നെ ബ്ലെയിംലെസ് ആക്കുവാൻ അവൻ നിനക്ക് കൃപ തരും. ഞാൻ തരാം. നിനക്കത് ലക്ഷ്യമായിരിക്കണം, എനിക്ക് ബ്ലെയിംലെസ് ആയി തരണം. വളരെ വർഷങ്ങൾക്ക് കട്ടറായിൽ വെച്ച് ഞാനൊരു ചെറുപ്പക്കാരൻ്റെ ഒക്കെ പറഞ്ഞു, ജോബേ, ഞാൻ ദൈവത്തോട് വളരെ അടുത്തിരിക്കുകയാണ്, ഏകദേശം കർത്താവിനെ പോലെയാണ്, പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആൾമോസ്റ്റ് ലൈക്ക് ജീസസ് ആയിത്തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആയിത്തീർന്നെന്ന് പറയുന്നില്ല, ഇനിയും കുറേയേറെ ആയിത്തീരാനുണ്ട്. പക്ഷേ എനിക്കൊരാഗ്രഹം, ഞാൻ ആയിത്തീരണം. എനിക്ക് നിങ്ങൾക്കും ആ ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കൊരു ടാർഗറ്റ്. എന്നിട്ട് നിങ്ങൾ ശ്രമിക്കണം.
വെറുതെ ഇരുന്നാൽ പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. കർത്താവെ കള്ളം പറയാത്ത, കർത്താവ് കുറ്റം പറയാത്ത, കർത്താവെ ആർക്കും ദോഷമായിട്ട് ചിന്തിക്കാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത, അത് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളെ തന്നെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കണം. കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി, ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സാക്ഷി, ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള മനസ്സാക്ഷി. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ച് കാരണം ദൈവം അൺലിമിറ്റഡാണ്. ഹല്ലേലൂയ. അവൻ സർവ്വശക്തിയുള്ളവനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിനക്ക് തരും. ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ ലൈനിൽ കാണും. ഞാൻ സാധാരണ തിങ്കളാഴ്ച പ്രസംഗിക്കുമ്പോൾ പറഞ്ഞോട്ടെ, കോശി ബ്രദറെ, PK കോശി ഗൾഫിലായിരിക്കുന്ന സമയത്ത്, ദുബായിലായിരിക്കുന്ന സമയത്ത്, അബുദാബിയിലായിരിക്കുന്ന സമയത്ത് എന്നെ എവിടെയോ കൊണ്ടുപോയി, അലൈനിലേക്ക് കൊണ്ടുപോയതാണ്. കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വെച്ച് അടുത്ത വീട്ടിലോട്ട് ചെന്ന് കയറുന്നതിന് മുമ്പ് അദ്ദേഹം കാറ് നിർത്തിയും വെച്ച് തൻ്റെ ചെക്ക് ബുക്ക് എടുത്തും വെച്ച്, ആരോടും പറയാത്തൊരു കാര്യം കോച്ച് ബ്രദറെ പറയുകയാണ് കേട്ടോ, ഒരു ചെക്കിനകത്ത് ഒപ്പിട്ട് എന്ന് വെച്ചാൽ ബ്ലാങ്ക് ചെക്ക് പിടിച്ചാട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തു തന്നു. ഒരിക്കൽ ജോൺ ഓസ്റ്റീൻ എന്ന് പറയുന്ന എൻ്റെ ആത്മീയ മെൻറ്റർ, അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് ഈ ചർച്ചിൽ നിന്ന് നിനക്ക് എന്തോ വേണം, എന്ത് വേണമെന്ന് ചോദിക്കാം. ഞാനൊരു ഫലിതത്തിനായിട്ട് പറഞ്ഞു എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് വേണം. അദ്ദേഹം ഒരു ബ്ലാങ്ക് ചെക്ക് തന്നു. ആദ്യം ഒപ്പിട്ടില്ല, പിന്നെ ചെക്ക് ഒപ്പിട്ട് തന്നിച്ച് തന്നു. രണ്ടും ഞാൻ കീറിക്കളഞ്ഞു. കാരണം എൻ്റെ പേഴ്സിനകത്തിരുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ജോണോസിന് തൻ്റെ ലെറ്റർ പാഡ് എനിക്ക് തന്നു. എന്നെ വിശ്വാസം ഉണ്ടായിട്ട് തന്നിട്ടാണ് ലെറ്റർ പാഡ് എനിക്ക് തന്നു. പരീക്ഷ നിനക്ക് എപ്പോഴെങ്കിലും ഒരു ലെറ്റർ ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയാട്ട്, എൻ്റെ ഒപ്പിട്ടാട്ട് സമ്മതിച്ചു. ഇവരൊക്കെ എനിക്ക് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. പക്ഷേ ഇതിനെല്ലാം ലിമിറ്റുണ്ട്. എന്താണ് ലിമിറ്റ്? അവർ ജീവനോടുള്ളപ്പോഴേ ഉള്ളൂ. അവർക്ക് ഓരോരുത്തർക്കും ലിമിറ്റുണ്ട്. രൂപയ്ക്കും ലിമിറ്റുണ്ട്, ലെറ്റർ പാഡിനകത്ത് എഴുതുന്നതിനും ലിമിറ്റുണ്ട്, അവരുടെ എല്ലാം ലിമിറ്റുണ്ട്. പക്ഷേ എൻ്റെ ദൈവം അൺലിമിറ്റഡാണ്. ഗോഡ് അൺലിമിറ്റഡ്, മിഷൻ അൺലിമിറ്റഡ്. ഹല്ലേലൂയ. അവനെ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കെല്ലാവർക്കും, ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും, നല്ല ബിസിനസ്സുകാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഫാക്ടറിക്കാരുണ്ടെങ്കിൽ അവർക്കൊരാഗ്രഹം എന്തുവാണെന്നറിയാം? ഒരു പാർട്ട്ണറെ വേണം. ആരെ പാർട്ട്ണറെ വേണം? അമേരിക്ക എന്നൊരു വലിയ കമ്പനിക്കാർ, ജർമ്മനി എന്നുള്ള ഒരു കമ്പനിക്കാർ. പക്ഷേ അവർക്ക് ലിമിറ്റുണ്ട്. അവർ മരിച്ചു പോയാൽ, പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അതുകൊണ്ടാട്ടെ, അവൻ അൺലിമിറ്റഡാണ്. അവൻ നിനക്കൊരു പാർട്ട്ണർഷിപ്പ് തന്നു. അവനെ തന്നെ തന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇവരൊക്കെ വാക്ക് മാറും. അവർ തന്നിരിക്കുന്നത് ക്യാൻസൽ ചെയ്യും. എനിക്ക് തന്ന ലെറ്റർ പാഡ് പോലും ജോണസിന് വേണമെങ്കിൽ പേപ്പറിനകത്ത് ഒരു പരസ്യം കൊടുത്താൽ അതിൻ്റെ ലെറ്റർ പാഡ് കാണാതെ പോയിട്ടുണ്ട്, PG പരീക്ഷയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, പേപ്പറിനകത്തൊക്കെ പരസ്യം ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ, ഇല്ലയോ? ഒരു ഭർത്താവ് സ്വത്തെല്ലാം ധാരാളമായിട്ട് കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിനകത്ത് പരസ്യം ചെയ്യും, ഭാര്യയും മക്കളും കൂടെ. ഞങ്ങളുടെ ഒപ്പ് കൂടാതെ ഞങ്ങളുടെ വീട്ടുകാരൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭൂമി എന്നാൽ അത് വാലിഡിറ്റി ആയിരിക്കത്തില്ല, ചെയ്യാനൊക്കെ. പക്ഷേ എൻ്റെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അൺലിമിറ്റഡാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ മരിക്കത്തില്ല, അവൻ എന്നും ജീവിക്കുന്നവനാണ്. ഈസ് എവർ ലിവിങ്. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് മാറത്തില്ല കേട്ടോ. കാരണം അവൻ ഗോഡ് ആൾമൈറ്റിയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ he has, when you have Jesus Christ as your partner, you have everything in everything. യേശു ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരാം. ലോകം തരാൻ കഴിയുന്നതിനേക്കാൾ നല്ലതാണ് അവൻ തരുന്നത്. അബ്രഹാമിന് കൊടുത്തത് അങ്ങനെയായിരുന്നു, ദാവീദിന് കൊടുത്തത് അങ്ങനെയായിരുന്നു, ഏലിയാവിന് കൊടുത്തത് അങ്ങനെയായിരുന്നു. എനിക്കും നിനക്കും അതിനേക്കാൾ നല്ലത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാണ്. പഴയ നിയമത്തേക്കാൾ മെച്ചമായ അനുഗ്രഹമാണ് നമുക്കുള്ളത്. എബ്രായർക്ക് ലേഖനം 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം. പഴയ നിയമത്തിൽ അവർക്ക് കിട്ടിയുള്ള ലിമിറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. പാർട്ട്ണർഷിപ്പ്. സ്വത്തല്ല, സ്വത്തൊക്കെയുള്ള കൃപ തരും. സ്വർണ്ണമല്ല, അതിനാവശ്യമുള്ളതെല്ലാം കർത്താവ് തരും. പക്ഷേ പഴയ നിയമത്തിനേക്കാൾ കൂടുതൽ കർത്താവ് തരും. അതിനാണ് നമ്മൾ ദശാംശം കൊടുക്കുന്നത്. ദശാംശം എന്തിനാണ് കൊടുക്കുന്നത്? ദൈവം ചെയ്തിരിക്കുന്ന ഒരു കവനൻ്റ് നമ്മൾ റിന്യൂ ചെയ്യുകയാണ്. ഓരോ മാസത്തിലും ആദ്യ ഫലം കൊടുക്കുമ്പോൾ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ദശാംശം ഓർക്കണം, ഇതെൻ്റെ ആദ്യ ഫലമാണ്. എൻ്റെ ആദ്യ ഫലം കൊടുക്കുമ്പോൾ ഞാൻ ദൈവമായിട്ടുള്ള കവനൻ്റ് കണക്ട് ചെയ്യുകയാണ്, അത് റിന്യൂ ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കൊടുക്കുന്ന സമയത്ത് ദൈവം എനിക്ക് കൃപ തരും. ദൈവത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തരും. ഹല്ലേലൂയ. ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടുണ്ടോ? ദശാംശം അവരുടെ പ്രസംഗം കേൾക്കരുത്. ഹല്ലേലൂയ. അവരുടെ ഉപദേശം കേൾക്കരുത്. അവർ ദുരുപദേശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിൻ്റെ അനുഗ്രഹത്തെ മോഷ്ടിക്കുന്നവരാണ്, നിൻ്റെ അനുഗ്രഹത്തിന് കിഴുത്തേടുന്നവരാണ്
അവരുടെ പ്രസംഗം കേൾക്കരുത്, നിങ്ങൾ ദശാംശം കൊടുക്കണം. ഞാൻ ആദ്യകാലം മുതൽ കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾക്ക് എൻ്റെ ജന്മദിവസമായിരുന്നു. ഒരു സഹോദരി 15ാമത്തെ വയസ്സ് മുതൽ 66 വയസ്സുണ്ട് ഇപ്പോൾ സഹോദരിക്ക്. 15ാമത്തെ വയസ്സ് മുതൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞാണ്. വിശ്വാസിയാണ്, പഞ്ചാബിയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് രൂപ കൊടുത്തു. ഉടനെ തന്നെ ഞാൻ ഇല്ലെങ്കിലും കൂടെ പറഞ്ഞു 20% ഇതിനകത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ദൈവദാസന്മാർക്ക് കൊടുക്കും. എൻ്റെ കയ്യിൽ കൂടുതൽ ഉണ്ടായിട്ടല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇല്ലാത്തപ്പോഴും കൊടുത്തിട്ടുണ്ട്, ഉള്ളപ്പോഴും കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും ദശാംശം കൊടുക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെന്നുകയാണ്. ഞാൻ പറഞ്ഞില്ല, 1-ാമത്തെ വാക്യത്തിന് 9-ാമത്തെ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 8 വാക്യത്തിനകത്തെ അനുഗ്രഹം സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ഏതിനകത്തൊക്കെ ദശാംശം കൊടുക്കേണ്ടത്? എല്ലാ വരുമാനത്തിൻ്റെയും അല്ല, ഇൻകത്തിൻ്റെയും അല്ല, നെറ്റ് പ്രോഫിറ്റിൻ്റെ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 5 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് അതിനകത്തുനിന്ന് ഒരു 20 റബ്ബർ ഷീറ്റ് കിട്ടി. അപ്പോൾ എത്ര റബ്ബർ ഷീറ്റ് ദൈവവേലയ്ക്ക് കൊടുക്കണം? 2. ഇല്ല, അതിൻ്റെ ചെലവ് കഴിഞ്ഞിച്ച് ബാക്കി എന്തും മാത്രമുണ്ടോ? എല്ലാ ദൈവദാസന്മാരും ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം പറയുകയാണ്. വിചാരിച്ചാട്ട് ഒരാൾ 1000 രൂപയായിട്ട് ബിസിനസ് ഇട്ടു. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം 900 രൂപ കിട്ടി. എത്ര രൂപ ദശാംശം കൊടുക്കണം? 90 രൂപ. ഇല്ല, അയാൾ എന്തുമാത്രം സോപ്പ് വാങ്ങിച്ചു, ഹെയർ ഓയിൽ വാങ്ങിച്ചു, മുളക് പൊടി വാങ്ങിച്ചു, അതിനകത്ത് എന്തുമാത്രം ലാഭം കിട്ടിയോ, നെറ്റ് പ്രോഫിറ്റ് എന്തുമാത്രം കിട്ടിയോ എന്ന് ദശാംശം കണക്ക് നോക്കി കൊടുക്കണം. അത് കഴിവുപോലാണ്. പഴയ നിയമത്തിലാണ് ദശാംശം, പുതിയ നിയമത്തിൽ ദശാംശം പറഞ്ഞിട്ടില്ല. അത് അവരവരുടെ കഴിവ് പോലെ. 10% കൊടുക്കുന്നവരുണ്ട്, അതിൽ കൂടുതൽ കൊടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കയ്യിൽ കിട്ടുന്നതിനകത്ത് ദശാംശം കൊടുക്കാതിരിക്കാനുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. അതിനുള്ള ന്യായങ്ങൾ കൊടുക്കാതിരിക്കാൻ. ഈ മാസത്തെ ചിലവ് കൂടുതലല്ലയോ, അല്ലെങ്കിൽ ഇപ്പോൾ പാസ്റ്റർക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. കൊടുക്കാൻ കഴിവുപോലെ നമ്മൾ കൊടുക്കണം. വാക്യം കേട്ടാട്ടെ. 2 കൊരിന്ത്യർ 8:12 പുതിയ നിയമത്തിൻ്റെ ഉപദേശം. ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു കിളയക്കാരനും ഒരു തോട്ടമുടമയും ഒരു കൊച്ചു കടയുള്ള മനുഷ്യനും ഒരു കോടീശ്വരനും കൊടുക്കുന്നതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ കൊടുക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ ദൈവദാസന്മാരൊക്കെ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഭയിൽ ദശാംശത്തെപ്പറ്റി കഠിനമായിട്ട് സംസാരിക്കരുത്. നിങ്ങളുടെ വിശ്വാസികൾ വിട്ടുപോകരുടെ ഹൃദയത്തിനകത്ത് മുറിവേൽക്കും. നിങ്ങളുടെ ബഹുമാനം പോലും. ഞാൻ ഇന്നുവരെ ദശാംശത്തെപ്പറ്റി എനിക്ക് വലുതായിട്ട് പറയേണ്ടി വന്നിട്ടില്ല, പഠിപ്പിച്ചു പോകത്തേ ഉള്ളൂ. കട്രായിലായിരിക്കുന്ന സമയത്ത് ഞാനെന്ന പാസ്റ്ററാണ്, എൻ്റെ വിശ്വാസികളാണ്. അവർ 20% തരുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, ഒരിക്കൽ എവിടെയോ അബദ്ധവശാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 20% കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചേട്ടാ, ഞങ്ങളുടെ പട്ടിണി കിടക്കുന്ന പാസ്റ്റർ, പുസ്തകം വിറ്റിട്ട് ജീവിക്കുന്ന പാസ്റ്റർ, എൻ്റെ വരുമാനം അതാണ്. ഈ മനുഷ്യന് 20% നമുക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അവർ 20% കൊടുക്കാൻ തുടങ്ങി. എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല, ജീവിച്ച് കാണിച്ചു. ഉപദേശം പറഞ്ഞങ്ങ് പോയാൽ മതി കേട്ടോ. ഇനിയും പറയുന്നത് കേട്ടോ, കൊടുക്കുന്നവർ കൊടുക്കും, കൊടുക്കാത്തവർ കൊടുക്കത്തില്ല. കൊടുക്കാതിരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആലോചനകൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കൊടുക്കുന്നവർ, ത്യാഗപൂർവ്വം കൊടുക്കുന്നവരായിരിക്കും, അവർ കൊടുക്കും. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരിക്കൽ പോലും ദശാംശം കൊടുത്തിട്ടില്ല. ഒരധ്യാപകൻ, മലയാളിയല്ല, മലയാളികളോട് കൊടുക്കാത്തവർ, ഒരിക്കൽ പോലും ദശാംശം കൊടുത്തിട്ടില്ല. പുതിയ വിശ്വാസി, ഫസ്റ്റ് ടൈം കൺവേർട്ട്. എൻ്റെ സഭയിലല്ല. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരായിരിക്കണം കേട്ടോ. ഞാനായിരുന്ന പട്ടാളത്തിലായിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു ഉദംപൂർ ചർച്ചിനകത്ത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുത്തിരുന്ന ശാന്തി എന്ന് പറഞ്ഞ സഹോദരിയാണ്. അവിടെ ഒരു വലിയ ലിസ്റ്റ് ചാർട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോരുത്തരും കൊടുക്കുന്ന ദശാംശം എഴുതി വെച്ചേക്കും. ഞാൻ കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് കൊടുക്കുന്ന ആരും അറിയരുതെന്ന് വിചാരമുണ്ട്. പാസ്റ്ററിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വർഗീസ് തരണം. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കവറിനകത്തിട്ട് തന്നാട്ടെ. ഞാൻ ഇവിടെ വേണ്ട എനിക്കത് ഇഷ്ടം. 300 രൂപ ശമ്പളം കിട്ടുന്ന ശാന്തി സഹോദരി 60 രൂപ കൊടുക്കുമായിരുന്നു. മനസ്സിൻ്റെ കഴിവ് പോലെ, പണത്തിൻ്റെ കഴിവ് പോലല്ല. റോഡ് തൂപ്പുകാരിയാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ അധികമായിട്ടൊന്നും ആരെയും പഠിപ്പിക്കത്തില്ല, പക്ഷേ ഞാൻ കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കും അറിയാം, അവരും കൊടുക്കുന്നുണ്ട്. ഞാൻ 10% മുതൽ 90% വരെ ദശാംശം കൊടുക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. ആർക്കറിയാം? കോൾഗേറ്റ് 90% ദശാംശം കൊടുത്തു. അവിടെ സ്വന്തം വരുമാനത്തിൻ്റെ, ഫാക്ടറി അല്ല, സ്വന്തം വരുമാനത്തിൻ്റെ. ബാക്കി 10% കൊണ്ട് 10% എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനുണ്ടോയെന്നുകൂടെ ആലോചിച്ചോണം. എന്നാലും കൊടുക്കാൻ മനസ്സ് വേണ്ടായോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
കൊടുക്കുന്നത് അവരുടെ വരുമാനത്തിൻ്റെ അളവനുസരിച്ച്, ഹൃദയത്തിൻ്റെ വിശാലതയനുസരിച്ച് ദൈവത്തോടുള്ള നന്ദി കൊണ്ടാണ്. ഹല്ലേലൂയ. എനിക്ക് വേറൊരു സംഘടനയെ പറ്റി അറിയാം. ഹെഡ് ആൻഡ് ഷോൾഡർ 30% കൊടുക്കുന്നുണ്ട്. 10% കൊടുക്കുന്ന അസംബ്ലീസ് ഓടുകാർക്കാണ്. അവർ അസംബ്ലീസ് ഓടുകാരല്ല. 10% സ്വന്തം സഭയിൽ, 10% ബാപ്റ്റിസ്റ്റ് സഭയിൽ, 10% അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ. നിങ്ങളുടെ കഴിവ് പോലെ, നിങ്ങളുടെ മനസ്സിൻ്റെ കഴിവ് പോലെ കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ മലാഖി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി പുതുക്കുകയാണ്. മലാഖി പുസ്തകത്തിൽ ദശാംശത്തിലുള്ള വാക്യമുണ്ടല്ലേ? അത് നിങ്ങളത് കൊടുത്തു കഴിയുമ്പോൾ ദൈവം പുതുക്കുകയാണ്. അനുഗ്രഹം നിങ്ങൾ പുതുക്കിയെടുക്കുകയാണ്. ഓരോ മാസത്തിലും കൊടുത്തു കഴിയുമ്പോൾ, ആദ്യഫലം കൊടുത്തു കഴിയുമ്പോൾ, കൃഷിയുടെ ആദ്യഫലം കൊടുത്തു കഴിയുമ്പോൾ, പശു പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യഫലം കൊടുത്തു കഴിയുമ്പോൾ, വീട്ടിൽ വരുന്ന വരുമാനത്തിൻ്റെ ആദ്യഫലം കൊടുത്തു കഴിയുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ച് കഴിയുമ്പോൾ, ഒരു കുഞ്ഞിനെ കെട്ടിക്കുമ്പോൾ ദൈവത്തെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സന്തോഷമായിട്ട് അല്ലേ? ശമൂവേലിൻ്റെ അമ്മ കുഞ്ഞുങ്ങളില്ലാതിരുന്നോ പറഞ്ഞു, കർത്താവ് ഒരു കുഞ്ഞിനെ തന്നാൽ തരാം. കൊടുത്തു. ദൈവം അവർക്ക് 5 കുഞ്ഞുങ്ങളെ കൂടെ കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉടമ്പടി പുതുക്കുകയാണ്. ഞാൻ പാർട്ട്ണറായിട്ട് പറയാം, നീ എൻ്റെ പാർട്ട്ണറാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് കോൾഗേറ്റിൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഒരു അന്യദേശത്ത് എന്ന് പറ്റി ഇരുന്ന് ചർച്ചിൻ്റെ കോളിലിരുന്ന് കരയായിരുന്നു. രാത്രിയിൽ പാസ്റ്റർ വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞു, യേശുവിനെ നിൻ്റെ പാർട്ട്ണറാക്കിയാട്ടെ. അന്നേരം നിനക്ക് എന്താ പണി അറിയാം? പറഞ്ഞു, എനിക്ക് പണിയാണ്. എൻ്റെ അമ്മ സോപ്പ് ഉണ്ടാക്കുന്ന, അന്നത്തെ കാലത്തെല്ലാം വീട്ടിലാണ് ഉണ്ടാക്കുന്നത്, സോപ്പ് ഉണ്ടാക്കുന്ന അറിയാം, ഉണ്ടാക്കിയാട്ടെ. അവൻ സോപ്പ് ഉണ്ടാക്കി വിറ്റു. ഫാക്ടറിയുടെ മുമ്പിൽ കൊണ്ട് വിറ്റു. ആ സോപ്പ് 5 പൈസ സോപ്പ് നല്ല സോപ്പ് അത് വിറ്റു. അവസാനം ഒരാളെ ഒരു വേലക്കാരനെ കൂടെ ആക്കി, പിന്നെ ഒരു വേലക്കാരനെ, പിന്നെ ടൂത്ത് പൗഡർ ഉണ്ടാക്കി. അങ്ങനെയാണ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടായത് കേട്ടോ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന, എല്ലായിടത്തും കൂടുതൽ വിൽക്കുന്ന ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റ്. എന്താ കാര്യം? അതിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ അടിത്തറ ദശാംശത്തിലായിരുന്നത് കൊണ്ടാണ്. നിങ്ങളും ദൈവത്തോട് ഉടമ്പടി ചെയ്തു പോകണം. ഹല്ലേലൂയ. കുന്നംകുളത്തുള്ള ഒരു ടീച്ചർ യാക്കോബക്കാരത്തിയാണ്. അവർ ടീച്ചറാണ്. 13 മാസത്തെ ശമ്പളം കിട്ടും ഒരു വർഷം. ക്രിസ്മസിന് 2 മാസത്തെ ശമ്പളം കൊടുക്കും. നല്ല മനുഷ്യരായതുകൊണ്ട് കൊടുക്കുക. 2 മാസത്തെ ശമ്പളം. ഇനിയും ബിസിനസ് നടത്തുന്നവർക്കും ഫാക്ടറി നടത്തുന്നവർക്കും സ്കൂൾ നടത്തുന്നവർക്കും അറിയാം, നിങ്ങൾ പെർക്സ് കൊടുക്കുന്നത് നല്ലതല്ല. ഞാനത് MBAക്ക് പഠിച്ചാൽ ഞാൻ MBAക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ, ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. പെർക്സ് കൊടുത്താൽ അവർ വിചാരിക്കുക ഇതൊക്കെ അവരെ ഉണ്ടായിട്ട് തരുന്നതാണ്. എന്തോ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് യാത്ര, വർഷത്തിലൊരിക്കൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാനുള്ള വണ്ടിക്കൂലി, അതെല്ലാം അങ്ങനെ നിങ്ങളുടെ ശമ്പളം കൂട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അത് മാത്രമല്ല അവർക്ക് 13 മാസം, ഡിസംബർ മാസത്തിൽ 2 മാസം, ആ 1 മാസത്തെ ശമ്പളം എനിക്ക് തന്നു. അവർ മരിച്ചുപോയി. ഞാനിത് തരാനുമല്ല പറഞ്ഞു, നിങ്ങൾ അവത് പറയും, ഞാൻ നിങ്ങൾ കേൾക്കണം. ഇയാളെ ഒരു അർത്ഥം വെച്ചുകൊണ്ട് പറയും. ഒരർത്ഥമല്ല, നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവമായിട്ട് ചെയ്യുന്നൊരു ഉടമ്പടിയാണ് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ കൊടുത്താലും നല്ല മണ്ണിൽ കൊടുക്കണം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. എവിടെ? ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചൂടെ, മനുഷ്യൻ വിതയ്ക്കുന്നതിന് കൊയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പാർട്ട്ണറാണെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ സുവിശേഷ വേലയിൽ. ദൈവം നിങ്ങളുടെ പാർട്ട്ണറാണെങ്കിൽ എന്തിനൊക്കെ പാർട്ട്ണർ? നിങ്ങളുടെ കഴിവിനകത്ത് അവനെ പാർട്ട്ണറാക്കണം. നിങ്ങളുടെ കഴിവിനകത്ത് നിങ്ങൾക്ക് ജന്മന കുറച്ച് കഴിവ് കിട്ടിയിട്ടുണ്ട് അല്ലേ? പലതിനും കഴിവുണ്ട്. ചിലർക്ക് ഭയങ്കര ജനറൽ നോളജ് ആയിരിക്കും, ചിലർക്ക് ബുദ്ധിയായിരിക്കാം, ചിലർക്ക് ജനറൽ നോളജ് ആയിരിക്കാം, ചിലർക്ക് പരിജ്ഞാനമായിരിക്കാം. ബുദ്ധിയും പരിജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ചിലർക്ക് ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, എന്താ ഭാവനയോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ, ചില നോവൽ എഴുതുവാനായിട്ട് സൃഷ്ടിപരമായ കഴിവുണ്ടാകാം. ചിലർക്ക് പുസ്തകം എഴുതാനുള്ള കഴിവുണ്ടാകും, നോവൽ പറഞ്ഞതുപോലെ. സിനിമ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. ചിലർക്ക് കരകൗശലമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. ചിലർക്ക് കലാവാസന ഉണ്ടാകും. ചിലർക്ക് സംസാര ചാതുര്യം ഉണ്ടാകും അല്ലേ? സംസാര ചാതുര്യം, പ്രസംഗിക്കാനുള്ള കഴിവ്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിൻ്റെ പോർഷൻ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചിലർക്ക് ആത്മാക്കളെ നേടാനുള്ള കഴിവ്, ചിലർക്ക് ഒരു അധ്യാപകനായിരിക്കാനുള്ള കഴിവ്, ചിലർക്ക് ആതുര ശുശ്രൂഷ, മദർ തെരേസയെ പോലെ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ശുശ്രൂഷിക്കാനുള്ള കഴിവ്, ചിലർക്ക് സഹായഹസ്തം നീട്ടാനുള്ള കഴിവ്. ദൈവം തന്ന നിക്ഷേപമാണ്. ഇതിനെ തുച്ഛമായിട്ട് കാണരുത്. നിൻ്റെ കഴിവാണെന്ന് വിചാരിക്കരുത്. ദൈവം നിങ്ങൾ തന്നതാണ്. ഹല്ലേലൂയ. നിൻ്റെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ കിട്ടിയതല്ല, ആ DNA കൂടെ കിട്ടിയതല്ല. പിന്നെയോ ചിലപ്പോൾ പറയും എൻ്റെ അമ്മാച്ചൻ അതുകൊണ്ട് കിട്ടിയതല്ല. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ ഒരു പ്രസംഗനുമില്ലായിരുന്നു. പട്ടക്കാരുണ്ടായിരുന്നു, ഒരു പ്രസംഗരുമില്ല.
ഹല്ലേലൂയ. ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് ഞാനാണ്. എവിടുന്നാണ്? എൻ്റെ ദൈവം എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഞാൻ വിക്കനായ ഒരു മനുഷ്യനാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എനിക്കറിയാം എനിക്കിപ്പോഴും മിക്കൊണ്ട് ചെറുതായിട്ട് കേട്ടോ. ചില വാക്കുകളൊക്കെ എനിക്കിപ്പോഴും പറയാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു വാക്ക് പറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ചേർത്ത് പറയും. എനിക്കെൻ്റെ കഴിവറിയും. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, എഴുതാനുള്ള കഴിവ് തന്നിരിക്കുന്നു, പുസ്തകങ്ങൾ എഴുതാനുള്ള കഴിവ് തന്നിരിക്കുന്നു. ഇനി ഈ വർഷത്തിൽ ഞാൻ 3 പുസ്തകം എഴുതാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. 3 നോട്ട്ബുക്ക് വാങ്ങിച്ച് ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് ദൈവം ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ നിനക്ക് തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നീ അതിനെ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് കൊയ്യാനൊക്കത്തുള്ളൂ. അതിന് വിതയ്ക്കണം. ദൈവം അതിനെ വളർത്തിയെടുക്കാനായിട്ട് നീ വിതച്ച് നിനക്ക് കൊയ്യാനൊക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പ്രസംഗിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ബുദ്ധിയോടെ പ്രസംഗിക്കാൻ പഠിക്കണം. നല്ല ഭാഷ ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കണം. പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ പ്രാർത്ഥിക്കാനുള്ള വാക്യങ്ങൾ കണ്ടുപിടിച്ച്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ടുപിടിച്ച് അതുപോലെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ദൈവം ചെന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ വളർത്തിയെടുക്കണം. നിനക്ക് ബന്ധത്തിനകത്ത് അവൻ ഇൻവെസ്റ്റ്മെൻറ്റ് തരും, ഡിവൈൻ കണക്ഷൻ തരും, ആളുകളെ തരും. ചിലപ്പോൾ പിശാചും ആളുകളെ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ അതിനെ കണക്ട് ചെയ്യും. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ. ജാക്ക് ഹേഫോർഡ് എന്ന് പറയുന്ന എന്നാ ജീവിച്ചിരുന്ന 1934 മുതൽ 2023 വരെ മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ കട്രായിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ആരാണ്ട് തന്നു. ഞാൻ അദ്ദേഹത്തിന് എഴുതി. അദ്ദേഹം എല്ലാ മാസത്തിലും എനിക്കൊരു കാസറ്റ് ടേപ്പ് അയച്ചു തരുമായിരുന്നു. എന്നെ വളരെയേറെ സഹായിച്ചു. അത് എന്നെ വിശ്വാസത്തിനകത്തൊക്കെ വളർത്തിയെടുക്കുവാൻ സാധിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. 2023 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു യഥാർത്ഥ സംഭവമാണ്. ഒരു പുതിയ പെൺകുട്ടി വന്നു, സുന്ദരിയായ ഒരു പെൺകുട്ടി, അസാധാരണ കഴിവ്. അവൾ വന്ന് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചറായി. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എൽഡറിനകത്തായി. അത് കഴിഞ്ഞിട്ട് ഉയർന്നു വരുമായിരുന്നു. ഒരു ദിവസം അവരെല്ലാവരും കൂടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഭൂതം കയറി. അടുത്ത മുറിയിലോട്ട് കൊണ്ടുപോയി ചോദിച്ച് ആരാന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മന്ത്രവാദിനിയുടെ ദുഷ്ടാത്മാവാണ്, എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിനാണ് അയച്ചിരിക്കുന്നത്? ഈ പാസ്റ്ററുമായിട്ട് വ്യഭിചാരത്തിനകത്ത് പാപത്തിൽ വീഴിക്കാൻ. മന്ത്രവാദിന് അമേരിക്കയിൽ വിച്ചസ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. വിച്ചസ് എല്ലാവരും കൂടെ അയച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. ചിലപ്പോൾ പിശാചും കണക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരു സ്ത്രീയിലൂടെ, ഒരു പുരുഷനിലൂടെ, ഒരു പാസ്റ്ററിലൂടെ, ഒരു വിശ്വാസിനിയിലൂടെ ഒക്കെ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കണം, അബദ്ധം ശ്രമിക്കണം. പിശാച് കൊണ്ടുവരുന്നതാണോ ദൈവം കൊണ്ടുവരുന്നതാണോ? ഞങ്ങളുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന ഒരു സായിപ്പ്, പേര് പറയത്തില്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ എപ്പോഴും ഇങ്ങനെ ചെയ്ത് ഭയങ്കര നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ ഭയങ്കര. അദ്ദേഹം പാപത്തിൽ വീണു. അന്നേരം ഇയാൾ പോയി പറഞ്ഞു, ഇദ്ദേഹം ഞാനുമായിട്ട് പാപം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷ പോയി, സഭ പോയി, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുടുംബം പോയില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം. ജീവിക്കാൻ നിവർത്തിയില്ല. എവിടെയെങ്കിലും പോയി ആരെങ്കിലും ജോലി കൊടുക്കുമോ, വേറെ സഭ കൊടുക്കുമോ? എനിക്കറിയാവുന്ന മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ സഭയെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാ കണക്ഷനും ദൈവത്തിൽ നിന്നായിരിക്കണമെന്നില്ല. പിശാചും നിന്നെ അപകടത്തിലാക്കുവാൻ, അനർത്ഥത്തിലാക്കുവാൻ, കുഴിയിൽ ചാടിക്കുവാൻ, നിൻ്റെ ജീവിതം പോകുവാൻ, നിൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുവാൻ ഒരു വേലക്കാരിയായിരിക്കാം വരുന്നത്, ഒരു വിശ്വാസിനിയായിട്ട്, ഒരു പ്രവാചകയായിട്ടായിരിക്കാം വരുന്നത്. വേറെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വരാം. പണത്തിനകത്ത് നിനക്ക് ആവശ്യത്തിനുള്ള കണക്ഷൻ ദൈവം കണക്ഷൻ തരും. അതൊരു ദൈവദാസനായിരിക്കാം, ദൈവദാസിയായിരിക്കാം, ഒരു പണക്കാരനായ ഒരു മനുഷ്യനായിരിക്കാം. കോയമ്പത്തൂരിൽ ഒരു പെന്തിക്കോസ്ത് സഭയിൽ ഞാൻ പ്രസംഗിച്ചു. നല്ലൊരു സഭ, വലിയൊരു ഹാള്. ആ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു, ഇതിൻ്റെ മുഴുവൻ ചെലവും തന്ന ഇവിടെയുള്ളൊരു ചെട്ടിയാരാണ്, ഒരു ഹിന്ദു. ഒരു ദിവസം വന്ന് വെച്ച് പറഞ്ഞു, നിങ്ങളെന്താ ചർച്ചില്ലാത്തത്? ഞങ്ങളുടെ രൂപ ഇല്ല. ഞാൻ രൂപ തരാം. കൊടുത്തു. ദൈവം തരുന്ന കണക്ഷനാണത്. ഒരു കണ്ടീഷനും ഇല്ലാതെ കൊടുത്തതാണ് കേട്ടോ, ദൈവം തരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ കേൾക്കണം. ചിലപ്പോൾ ഒരു വലിയ ദൈവശാസ്ത്രമായിട്ട് തന്നെ കണക്ട് ചെയ്തു വരും. ചിലപ്പോൾ താഴെയുള്ളൊരു ദൈവദാസനെ കൊണ്ട് നിനക്ക് അസോസിയേറ്റായിട്ട് തന്നു വരും. എനിക്ക് തന്ന 2 കണക്ഷൻ ഓർക്കുകയാണ്, ജോൺ ഓസ്റ്റിനും KP യോഹന്നാനും. ദൈവം തന്ന കണക്ഷനായിരുന്നു. KP യോഹന്നാൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു. പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് വരട്ടെ, 2 മാസത്തെ അവധിക്ക് വേണം. അത് വിചാരിച്ച് ഇയാൾ ഈ പട്ടാളത്തിലെ കാരണം അന്നത്തെ കാലത്ത് ജോലി രാജിവെച്ച് ആരും ജോലി അവധിയെടുത്തൊന്നും വരത്തില്ല. ഇയാളെങ്ങനെ വല്ല മതാന്മാരുടെ കൂടെ വല്ലതും കൂടാനുള്ളതാണ് വിചാരിച്ചു. ഞങ്ങൾ കല്യാണം കഴിച്ചാണെങ്കിലും ഒരു ചെറിയൊരു സംശയം, എന്നെ കൊണ്ടുപോയില്ല. എന്നാൽ ഞാൻ 10ാം കോട്ടായിരിക്കുമ്പോൾ എനിക്ക് എഴുത്തെഴുതി വർഗീസ് നിന്നെപ്പറ്റി കേട്ട് ഞാൻ ആ പഴയ വർഗീസാണെന്ന് അറിഞ്ഞില്ല. പറഞ്ഞു വന്നു. എനിക്ക് അന്ന് മുതൽ അദ്ദേഹം എന്നെ വലുതാക്കി, എൻ്റെ സപ്പോർട്ടെല്ലാം തന്നു. അതുപോലെയാണ് ജോൺ ഓസ്റ്റൻ. ദൈവം നിനക്കും മേളിൽ നിന്ന് കണക്ഷൻ തരും, ചിലപ്പോൾ താഴെ നിന്ന് തരുന്നതായിരിക്കും. ഇല്ല, ഞാൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര പോയി.
ഞാൻ ഇതിനെപ്പറ്റി എഴുതി കഴിഞ്ഞപ്പോൾ കോട്ടയത്തുള്ള തങ്കു ബ്രദർ പറഞ്ഞു, വർഗീസ് ബ്രദറിൻ്റെ വണ്ടി, ഹോട്ടൽ താമസം, ആഹാരം, പെട്രോൾ ചെലവ് മുഴുവൻ ഞാൻ തരാം. അദ്ദേഹം തന്ന ഒരു സമനിലയിലുള്ള ഒരു ഇതായിരുന്നു. അതുപോലെയാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്രയ്ക്ക് പോയി. അന്നേരം ബാംഗ്ലൂരിലുള്ള ഒരു അനൂപ് ബ്രദർ എനിക്കെഴുതി, അങ്കിൾ വിഷമിക്കണ്ട, എൻ്റെ പുതിയ വണ്ടിയാണ് കൊണ്ടുപോയാട്ടെ. അപ്പോൾ ദൈവം തരുന്നതായിട്ടുള്ളൊരു കണക്ഷനാണ്. ഹല്ലേലൂയ. ആ സമയത്താണ് ആസ്ട്രേലിയയിലുള്ള ഒരു കത്തോലിക്ക വിശ്വാസിയായ ജോ ബ്രദർ പറഞ്ഞു, ഞാൻ വണ്ടി ഓടിക്കാൻ വരാം. അദ്ദേഹം വണ്ടി ഓടിക്കാൻ മാത്രമല്ല എൻ്റെ പണത്തിൻ്റെ വലിയൊരു ചെലവ് തന്നു. മേളിൽ നിന്ന് തരും, കൂടെയുള്ളവരെയും തരും, അല്ല താഴെ നിന്നും വരും. ഈ പെൺ എൻ്റെ വലതുകരമായിരുന്നു. ഷാഹു ബ്രദർ എൻ്റെ വലതുകരമായിരുന്നു. എൻ്റെ പബ്ലിക്കേഷനകത്ത് തോംസൺ ബ്രദർ, മഹാരാഷ്ട്രയിലെ ദുപ്തവർ. മനസ്സിലായോ? നിങ്ങൾക്ക് മേളിൽ നിന്ന് തരും, സൈഡിൽ നിന്ന് തരും, താഴെ നിന്ന് തരും. ഇതെല്ലാം തരുന്നു. ഇതെല്ലാം ദൈവം തരുന്ന ഒരു കണക്ഷനായിരിക്കും നിന്നെ വലുതാക്കുവാൻ. ഇതാണ് പറഞ്ഞ്, ഞാൻ നിന്നെ ഐ വിൽ മേക്ക് യു റിച്ച്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വർണ്ണമല്ല തരുന്നേ, നിന്നുള്ള റിച്ച് എല്ലാം തരും. ഹല്ലേലൂയ. ഇനി ഒരു ഡിവൈൻ കണക്ഷൻ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ഡിവൈൻ ദൈവം തരുന്നവരുടെ കണക്ഷൻ നിൻ്റെ ജീവിതം അപ്പാടെ മാറാം, നിൻ്റെ മിനിസ്ട്രി അപ്പാടെ മാറ്റാം, നിൻ്റെ ബിസിനസ്സിനെ അപ്പാടെ മാറ്റാം, നിൻ്റെ കാഴ്ചപ്പാടിനെ അപ്പാടെ മാറ്റാം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളെ ദൈവം ഒരു ഡേവിഡിനോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് അയക്കുന്നതായിരിക്കാം, ദാവീദിനോടുകൂടെ അയക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഒരു പൗലോസിൻ്റെ കൂടെ, ഞാനീ പറഞ്ഞ താഴെ എന്നുള്ളത്, നിങ്ങൾ പോകണം, ആ ദാവീദിനോട് പ്രവർത്തിക്കണം, ആ പൗലോസിൻ്റെ കൂടെ പ്രവർത്തിക്കണം. ചെന്നിട്ട് പറയണം, ഞാൻ വാക്ക് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ പ്രവർത്തിക്കും, ഞാൻ നിനക്ക് ദോഷം ചെയ്യത്തില്ല, നിൻ്റെ ഭാര്യയ്ക്ക് ദോഷം ചെയ്യത്തില്ല, നിൻ്റെ മക്കൾക്ക് ദോഷം ചെയ്യത്തില്ല, ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കാം. അതുകൊണ്ട് ദൈവം നിന്നെ ഒരു ദാവീദിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അയച്ചാൽ പ്രവർത്തിക്കണം. ദാവീദ് പൗലോസ് ശൗലിൻ്റെ കൂടെ പ്രവർത്തിച്ചതുപോലെ, തിമോത്തി പൗലോസിൻ്റെ കൂടെ പ്രവർത്തിച്ചതുപോലെ പോണം കേട്ടോ, പ്രവർത്തിക്കണം. അബ്രഹാമിന് ഒരു മെൽക്കിസദേക്ക് ഉണ്ടായിരുന്നു, ഡിവൈൻ കണക്ഷൻ. ഇസ്ഹാക്കിന് ഒരു അബ്രഹാമിനോട് കണക്ഷൻ ഉണ്ടായിരുന്നു, ഡിവൈൻ കണക്ഷൻ ഉണ്ടായിരുന്നു. തിമോത്തിക്ക് ഒരു പൗലോസിനോട് ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടായിരുന്നു. മോശയ്ക്ക് ഒരു മുൾപ്പടർപ്പ് ഡിവൈൻ കണക്ഷൻ ആയിരുന്നു. ഫറവോൻ്റെ പുത്രി ഒരു ഡിവൈൻ കണക്ഷനായിരുന്നു. ദാവീദിന് ശമൂവേൽ ഒരു ഡിവൈൻ കണക്ഷനായിരുന്നു. ശമൂവേൽ വന്നില്ലായിരുന്നെങ്കിൽ ഗോലിയാത്തിനെ നേരിടാനുള്ള ബലം ദാവീദിനുണ്ടാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പാലസിലേക്ക് അവൻ കയറിപ്പോകത്തില്ലായിരുന്നു. ദൈവം ഡിവൈൻ കണക്ഷൻ തരും. യേശുക്രിസ്തുവിനൊരു യോഹന്നാൻ സ്നാപകൻ്റെ കണക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ദൈവപുത്രനായിരുന്നിട്ട് എനിക്കും നിനക്കും ഒരു ഡിവൈൻ കണക്ഷൻ ആവശ്യമുണ്ട്. ഒന്നുകിൽ ഞാനൊരു ഡിവൈൻ കണക്ഷനായി തീരണം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു. ആരാന്ന് എനിക്കറിയത്തില്ല, അന്നേരം അറിയത്തില്ല. പറഞ്ഞ് ഞാൻ വളരെ നിരാശനാണ്, ഞാൻ വളരെ ഭയത്തിലാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം, ക്യാമറ അയക്കകത്ത് സംസാരിക്കാം. ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ സമയം കൊടുത്തു. ഞാൻ അങ്ങോട്ട് സാറിന് അങ്ങനെ വിളിക്കുന്നതല്ല കേട്ടോ. എങ്കിലും എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒരു ഡിവൈൻ കണക്ഷൻ ആയെങ്കിലോ. ആ ചെറുപ്പക്കാരന് വേണ്ടി മേളിൽ നിന്നൊരു കണക്ഷൻ, ചിലപ്പോൾ മേളിൽ നിന്നൊരു കണക്ഷൻ, താഴെ നിന്നൊരു കണക്ഷൻ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണക്ഷൻ ദൈവം തരും, നീയും ആയിത്തീരണം. ഹല്ലേലൂയ. തടിയാരിശാരിയായ യേശുക്രിസ്തുവിന് ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഉണർവ് പ്രസംഗനായ ഒരു യോഹന്നാൻ സ്നാപകൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ എത്ര വലിയ ആളായിരുന്നാലും എനിക്കും നിനക്കും ഒരു ഡിവൈൻ കണക്ഷൻ്റെ ആവശ്യമുണ്ട്. ചോദിച്ചു വായിക്കണം. യോഹന്നാനത് മനസ്സിലാക്കി. എന്നിട്ട് യോഹന്നാൻ പറഞ്ഞു, എന്നെ നോക്കരുത്, ഞാൻ വലിയ ആളാണെന്ന് വിചാരിക്കരുത്, ഞാൻ റിവൈവലിസ്റ്റാണ്. പക്ഷേ എൻ്റെ പിന്നാലെ വരുന്നതായിട്ടുള്ളൊരു, നീ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞാനാണ് വലിയ ആൾ, എൻ്റെ കൂടെയുള്ളവർ ചെറിയ ആളുകളാണ് എന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. പറഞ്ഞു, ഞാൻ മുന്നോടി മാത്രമാണ് കേട്ടോ, ഞാൻ മുന്നോടി മാത്രമാണ്. ആൾക്കാർ യോഹന്നാനെ വലിയ ആളായിട്ട് കണക്കാക്കിയപ്പോൾ അവൻ സ്വയം ചെറിയതായിട്ട് കണ്ടു. അവൻ്റെ പിന്നാലെ വരുന്ന യേശുക്രിസ്തുവിനെ വലിയവനായിട്ട് കണ്ടു. ഹല്ലേലൂയ. പറഞ്ഞു, ഇതാ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. ഹല്ലേലൂയ. യേശുവിനെ നീ വലിയവനായിട്ട് കാണണം, നിൻ്റെ കൂടെയുള്ളവരെ നീ വലിയവനായിട്ട് കാണണം. രൂത്തിന് 2 പേരുണ്ടായിരുന്നു ഡിവൈൻ കണക്ഷൻ. ഒന്ന് ബോവാസും ഒന്ന് നവോമിയും. ചിലപ്പോൾ ഇനി നിനക്ക് ഒരാളായിരിക്കാം, ചിലപ്പോൾ നിനക്ക് 2 പേരായിരിക്കാം. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒരു ഡിവൈൻ കണക്ഷൻ ഒരുക്കുന്നുണ്ടായിരിക്കും, സമ്മതിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം നിന്നെ ആക്കി വെച്ചാൽ, വേറൊരാൾക്ക് വേണ്ടി കണക്ഷൻ ആക്കി വെച്ചാൽ ആകണം. ഹല്ലേലൂയ. പലരും നോക്കുന്നത് പണം മാത്രമാണ്. എനിക്ക് കുറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ വേല ചെയ്യാം. അല്ല, ഡിവൈൻ കണക്ഷൻ ഉണ്ടെങ്കിൽ പണമൊക്കെ വരും. ഡിവൈൻ കണക്ഷൻ ഉണ്ടെങ്കിൽ നിനക്ക് വരുന്ന അഭിഷേകമൊക്കെ കിട്ടും. ഡിവൈൻ കണക്ഷൻ ഉണ്ടെങ്കിൽ ശുശ്രൂഷ നന്നാവും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആർക്കും വാഗ്ദാനം കൊടുത്തില്ല കേട്ടോ. യേശുക്രിസ്തു പറഞ്ഞില്ല, നിങ്ങൾ പോയാട്ടെ ഞാൻ കുറച്ച് രൂപ എല്ലാ മാസവും അയച്ചു തരാമെന്ന് പറഞ്ഞില്ല. ഞാനൊരു രാജാവിനെ നിൻ്റെ വിശ്വാസിയായിട്ട് തരാമെന്ന് പറഞ്ഞില്ല. ഐ വിൽ മേക്ക് യു റിച്ച്.
ഞാൻ നിന്നെ ധനവാനാക്കുവാൻ സഹായിക്കും. ധനവാൻ റിച്ച് അല്ലേ, പണത്തിൻ്റെ കാര്യത്തിനകത്ത് മാത്രമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിന് 27 വാക്യം യേശു പറഞ്ഞാണ്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും അരുത്. ലോകം തരുന്നത് എന്താണെന്നറിയാൻ കുഞ്ഞെ, ഞാൻ ലോകക്കാരനല്ലതായി യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകക്കാരന് മാത്രമേ ലോകം കൊടുക്കാനൊക്കത്തുള്ളൂ. പണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ പണം കൊടുക്കാനൊക്കത്തുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ലോകം തരുന്നത് പോലുള്ള സമാധാനമുള്ള ഞാൻ എൻ്റെ സമാധാനം ഹല്ലേലൂയ എന്നെ തന്നെ തരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ലോകക്കാരെ നോക്കിയാട്ടെ, പരാജയപ്പെട്ട വിശ്വാസികളെ നോക്കിയാട്ടെ, മാനധനത്തിൻ്റെ പുറകെ പോയവരെ നോക്കിയാട്ടെ, അങ്ങനെയുള്ള പാസ്റ്റർമാരെ നോക്കിയാട്ടെ, സ്ത്രീകളുടെ പുറകെ പോയിട്ടുള്ള മനുഷ്യരെ നോക്കിയാട്ടെ, അഹങ്കാരം തലയിൽ കയറിയിട്ടുള്ളവരെ നോക്കിയാട്ടെ, ഉപദേശം വിറ്റവരെ നോക്കിയാട്ടെ. വീട് കിട്ടിയാൽ ദൈവം തന്നതാണോ എന്ന് നോക്കണം. രൂപ തന്നാൽ ദൈവം തന്നതാണോ നോക്കണം. കള്ളക്കണക്ക് എഴുതിയിട്ട് രൂപ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. കള്ളക്കണക്ക് എഴുതിയിട്ട് കാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സഭ വേറൊരാളുടെ സഭ വിളിച്ചിട്ട് അവിടുത്തെ കുറച്ച് വിശ്വാസത്തെ കൊണ്ട് സഭ വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ചോദിക്കണം, ഈ ദൈവത്തിൽ നിന്നാണോ അതോ എൻ്റെ മിടുക്കുകൊണ്ട് എൻ്റെ ക്രൂക്കഡ്നെസ് കൊണ്ട് കിട്ടിയതാണോ? 4-ാമത്തെ കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഫേവർ ഉണ്ടാകും. അനുഗ്രഹം എന്താണ്? ഫേവർ, ആനുകൂല്യം. ശരിയായിട്ടുള്ള മലയാളം വരുന്നില്ല. ആനുകൂല്യം ഉള്ളതിനകത്ത് നല്ല വാക്ക് കൃപയെന്നൊക്കെ ഉണ്ട്. സാധാരണ ആനുകൂല്യത്തെ കടന്നിട്ട് ദൈവം സാധാരണ ആനുകൂല്യത്തെ കവച്ച് വെച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആനുകൂല്യം ഫേവർ നിന്നെ അന്വേഷിച്ച് വരും. എങ്ങനെ വരുന്നു? ദൈവത്തിൻ്റെ ഉടമ്പടിയാലുള്ള ഫേവർ കയറി വരുന്നു. ഹല്ലേലൂയ. ഞാനും നീയും അർഹിക്കാത്തതായിട്ടുള്ള അനുഗ്രഹം, ഫേവർ നമുക്കുണ്ടാകും. അഗ്നിസ്തംഭം, മേഘസ്തംഭം രണ്ടും വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കേട്ടോ. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ എവിടുന്നോ പോവുകയാണ്, ഒരു സ്ഥലത്ത് പോവുകയാണ്, എനിക്കറിയാം എവിടുന്നാണെന്ന്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡ്രൈവറൊക്കെ പറഞ്ഞു, നോക്കിയേ ഒരൊറ്റ ബസ്സേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബസ് വരും, ആ ബസ് വരുമ്പോൾ നിർത്തിയാണ്, ഒരു ഇടുങ്ങിയ വഴിയാണ്. അയാൾ പറയും, പിന്നെ നിങ്ങൾ പറയുന്നിടത്തൊക്കെ ഞാൻ വണ്ടി നിർത്താൻ പോലും, ഞാൻ ഈ അങ്ങ് ബസ് സ്റ്റാൻഡിൽ ചെന്നേ നിർത്തുള്ളൂ, ബസ് സ്റ്റാൻഡ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള പറയാം. അപ്പോഴേ ആ ബസ്, ഞാൻ പറഞ്ഞ ആ ബസ്സാണ്, ഇല്ല നിർത്തത്തില്ല. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പം മറ്റേ ബസ്സുകാരന് ഇയാളോട്ട് വഴക്കാം, ഈ ബസ്സിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നാണ് നിർത്തി. ഞാൻ കയറി, അതിനകത്ത് കയറിയിരുന്നു, ഞാനങ്ങ് പോയി. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സങ്കീർത്തനം 21-ാമത്തെ വാക്യം, സിംഹത്തിൻ്റെ വായിൽ നിന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അരുളുന്നു. കാട്ടുപോത്തുകളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം? നിനക്ക് തീ ഇല്ലാതെ വരുമ്പോൾ 2 കാട്ടുപോത്തുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് തീപ്പൊരി പറക്കും, നിനക്ക് ആവശ്യമുള്ളത് കിട്ടും. 2 പേര് യുദ്ധം ചെയ്യുമ്പോഴും അതിനകത്ത് നിനക്ക് മറുപടി കിട്ടും. അങ്ങനെ എനിക്ക് 2 ഡ്രൈവർമാരും വഴക്കുണ്ടായപ്പോഴാണ് എനിക്ക് ബസ് കിട്ടിയത്. നിനക്ക് വേണ്ടി കാട്ടുപോത്തുകളുടെ മധ്യത്തിൽ, വേറെയും വാക്യമുണ്ട് കേട്ടോ കാട്ടുപോത്തുകളുടെ കാര്യം പറയുന്നത്. അവൻ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു KS ജേക്കബ്, പാസ്റ്റർ KS ജേക്കബ് തിരുവല്ലായി താമസിക്കുകയാണ്, കൊല്ലവടുകാരനാണ്. അദ്ദേഹം 1995 ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നു. അന്ന് ലാപ്ടോപ്പ് ആരും കണ്ടിട്ടില്ലാത്ത കാലം. ചോദിക്കണം ജോക്കപ്പെടാൻ്റെ കാലം. അദ്ദേഹം കൊണ്ടുവന്നപ്പോഴൊരു ചെറിയ ഭയം. കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാൻ അന്ന് പൈസ ഇല്ല, കസ്റ്റംസ് ഇല്ലാതെ കൊടുത്തില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റായി, ഇന്ന് ആർക്കും കസ്റ്റംസ് കൊടുക്കേണ്ട, കസ്റ്റംസ് ഓഫീസെല്ലാം കൂടെ ഒരു സ്ട്രൈക്ക്, എല്ലാവർക്കും ഇഷ്ടം പോലെ കൊണ്ടുപോകാം. എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവന്നു. അവർ യുദ്ധം കൂടിയത് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിലൂടെ മറുപടി തരുന്നവനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ചോദിക്കണം കേട്ടോ, അദ്ദേഹത്തിനൊക്കെ ചോദിക്കണം. ശത്രുവിൻ്റെ കണ്ണ് കുരുടാക്കും അല്ലേ? ശത്രുവിൻ്റെ കണ്ണ് കുരുടാക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കണ്ണ് നിനക്ക് പോകത്തക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴിയൊരുക്കി തരും. നീ കൊടുക്കുന്ന ദശാംശം അതിൻ്റെ ഉടമ്പടിയാണ്, അത് റിന്യൂ ചെയ്യുകയാണ് കേട്ടോ. ഇത് ലോകത്തിൻ്റെ ധനത്തിന് വേണ്ടി മാത്രമല്ല, യഹോവയുടെ അനുഗ്രഹം ഇറ്റ് വിൽ മേക്ക് യു റിച്ച്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നീ ധനവാനായിത്തീരും, ആത്മീകമായിട്ട് ധനവാനായിത്തീരും. ദൈവത്തിൻ്റെ ഫേവറിനകത്ത് ധനവാനായിത്തീരും. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു, ഇതിനകത്തെല്ലാം ദൈവത്തിന് അനുഗ്രഹമുണ്ടാകും. ദൈവം ധനം തരത്തില്ല, പക്ഷേ ധനം തരാനുള്ള മാർഗം ദൈവം ഒരുക്കി തരും. ധനം സമ്പാദിക്കുവാൻ ജ്ഞാനം തരും. നീ വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം, വെറുതെ ഇരുന്നാൽ പോരാ. കർത്താവേ എൻ്റെ കടഭാരം മാറ്റണമേ, എൻ്റെ കർത്താവേ നീ ഒരത്ഭുതം ചെയ്യണമേ. ഇല്ല, ദൈവം ചെയ്യത്തില്ല. നീ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്താട്ടെ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാട്ടെ, ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഒന്നും അല്ലെങ്കിൽ കുറച്ച് ട്യൂഷൻ എടുത്താട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താട്ടെ, ബാക്കിയുള്ളതൊക്കെ ദൈവം തരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള മനുഷ്യർ ആരാണെന്നറിയാം?
അംബാനിയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള മനുഷ്യർ യഹൂദന്മാരാണ്. ലോകത്തിലെവിടെയല്ല ഏറ്റവും വലിയ പണക്കാർ. എങ്ങനെയാണ് അവർ പണക്കാരായത്? ഈ വേദപുസ്തകം അവർ വിശ്വസിച്ചിട്ടാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അവർ വിശ്വസിക്കുകയാണ്. ഞാനും നീയും വിശ്വസിക്കണം. ഗോഡ് വിൽ മേക്ക് യു റിച്ച്. ഹല്ലേലൂയ. ധനത്തിൻ്റെ ആവശ്യം വരാം. ഹല്ലേലൂയ. പക്ഷേ ദൈവം നിന്നെ അതിൻ്റെ മധ്യത്തിനകത്തൂടെ നിന്നെ ഒരു ധനവാനാക്കി തരും. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ഹൗ വിൽ ഗോഡ് ബ്ലെസ്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരാളിനെ ധനവാനാക്കി തീർക്കുന്നത്, റിച്ചാക്കി തീർക്കുന്നത്? പണത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഫേവറിൻ്റെ എല്ലാത്തിനകത്ത് തന്നെ റിച്ചാക്കി തീർക്കുന്നത് എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? ശ്രദ്ധിച്ചോട്ടെ. അതിൻ്റെ പ്രക്രിയ എന്താണ് അതിൻ്റെ പ്രോസസ്സ്? ഇതാ എങ്ങനെയാണ് തിയറി യാഥാർത്ഥ്യമായി തീർന്നത്? ഇപ്പം ശരിയായി. എങ്ങനെയാണ് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ് നിന്നെ റിച്ചാക്കാമെന്ന് പറഞ്ഞ തിയറി എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വായിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്നു, സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്നു അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഞാനിത് കട്രായിലിരിക്കുമ്പോഴാണ് പഠിച്ചത്. ഞാൻ വിചാരിച്ചത് കടുകുമണി ഏത് വൃക്ഷമായി തീർന്നത്? ഞാനൊരു ഒരു ഫോട്ടോയൊക്കെ കണ്ടു. ഇസ്രായേലിലെ കടുകെന്ന് പറയുന്ന ഏകദേശം ഇത്രയുള്ള ചെടിയാണ്. അതിനകത്ത് ഈ കൊച്ചു കിളികൾ, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം അങ്ങനെ എനിക്ക് അന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ് കേട്ടോ. അത് ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്നിൻ്റെ കൊമ്പുകളിൽ പറവകൾ, കൊച്ചു കിളികളല്ല, പക്ഷികളല്ല, പറവകൾ. എനിക്കന്ന് മനസ്സിലാവാതെ ഇരുന്ന ഒരു കാര്യം, ദൈവരാജ്യം വലുതാകുന്നതാണ്. അതാണ് അതിൻ്റെ സിദ്ധാന്തം. അതൊരു തിയറി, പ്രാക്ടിക്കലാകുന്ന കാര്യം പറഞ്ഞു. അല്ലാതെ കടുകുമണി വലുതായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പറവയും വന്ന് കൂട്ടുകൂടത്തില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ദൈവദാസന്മാരെന്നെ കറക്റ്റ് ചെയ്താലും ഒരു പറവയോ ഒരു പരുന്തോ ഒരു കാക്കയോ അതിനകത്തൊന്ന് കൂടുവെക്കത്തില്ല. വെക്കുമെന്നായിട്ട് ദൈവം പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് വളരെ വലുതാകുന്നതാണ്. ദൈവരാജ്യം വലുതാണ്. ഇതാ ഒരു ദൃശ്യം. ഒരു കടുകുമണി, ഹല്ലേലൂയ, ചെറുതാണ്. ഞാൻ എൻ്റെ ഓഫീസിനകത്ത് കടുകുമണി വെച്ചിട്ടുണ്ട്. എനിക്ക് സംശയം വരുന്ന സമയത്ത് ഹല്ലേലൂയ ചെന്നിട്ട് ഈ കടുക് മണി എടുത്ത് നോക്കും. എത്രയും ചെറുതാണെന്ന് അറിയാം. ഇച്ചിരി ഉള്ളൂ. ഒരു കടുക് താഴെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഒരു കടുക് മണി തീരെ ചെറുത്. എന്നിട്ട് പറയണത് വലുതാകും. ഇതെടുത്ത് ഞാൻ കുലുക്കും. എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കിടക്കുന്ന മുറിയിൽ വെച്ചിട്ടുണ്ട്. ഇയാളും കുലുക്കിക്കൊണ്ട് പറയും ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം ഞാൻ ഇരിക്കുന്ന മുറിയിലുമുണ്ട്. ഹല്ലേലൂയ. കടുക് മണി ചെറുതാണ്, പക്ഷേ അത് വളർന്ന് വലുതാകും. ഹല്ലേലൂയ. വലുതാകുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, അല്പമുള്ളത് മെഗാ ആവുന്നതിന്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് സിഗ്നിഫിക്കൻ്റ് ആകുന്നതിന്, കടുകുമണി പോലെ കാണാനില്ലാത്തതിനെ കാണാനൊക്കുന്നതായി തീരുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. ഒന്ന്, ഒരു വിത്ത് വളരെ സ്മാൾ, വളരെ ചെറുതാണ്. ഒരു കടുകുമണി നിങ്ങളെടുത്ത് ചെറുതായിട്ട് തോന്നും അല്ലേ? ഇച്ചിരേ ഉള്ളൂ. എടുത്ത് കാണിക്കാൻ പോലും എനിക്കൊക്കത്തില്ല. ഒരു പറങ്കേണ്ടി വല്ലതും ആണെങ്കിൽ എനിക്കിങ്ങനെ കാണിക്കാം. ഇതൊക്കെ എടുത്ത് കാണിക്കാൻ പോലും ഒക്കത്തില്ല, അത്രയ്ക്ക് ചെറുതാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ ഐഡിയ, മനസ്സിലായോ? എങ്ങനെയാണ് നിങ്ങൾ ഹി വിൽ മേക്ക് യു റിച്ച്? എങ്ങനെ? ഒരു ചെറിയ ഐഡിയ നിൻ്റെ മനസ്സിനകത്ത്, ഒരു സുവിശേഷ പ്രവർത്തനത്തെ പറ്റിയായിരിക്കാം, ഒരു ബിസിനസ്സിനെ പറ്റിയായിരിക്കാം, നിനക്കുള്ളൊരു കഴിവിനെ പറ്റിയായിരിക്കാം, നിനക്കൊരു സിനിമ ഉണ്ടാക്കുന്നതിനുള്ള കഴിവിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്നതിനെ പറ്റി ആയിരിക്കാം. ഏതെങ്കിലും കാര്യത്തിനകത്ത് നിനക്ക് തരും. ഞാൻ കട്രായിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞതൊരു വനസ്ഥലമാണ്. എന്നെ സ്നേഹിക്കുന്നവർ, കാണാൻ വന്നവരെല്ലാം പറഞ്ഞു, വർഗീസ് നിൻ്റെ ജീവിതം നീ ഇവിടെ നശിപ്പിച്ച് കളയരുത്. ഒരു വളരെ നല്ല ആത്മാർത്ഥമുള്ള ഒരു സഹോദരൻ, എൻ്റെ ആനിമോളെ ഡെഡിക്കേറ്റ് ചെയ്ത മനുഷ്യൻ, എൻ്റെ സഹോദരി രാജിയെ സ്നാനപ്പെടുത്തിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു, വർഗീസ് നീ ഒരു ജോലിയൊക്കെ രാജിവെച്ച് കഴിഞ്ഞിച്ച് വന്ന ഒരു മനുഷ്യനല്ലയോ? എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് ഒളിച്ചോടി പോയതാണെങ്കിൽ അത്രയൊക്കെ നീ പോയ വ്യക്തിയല്ലയോ? ഇതൊരു കൊച്ചു സ്ഥലമാണ്. ഇവിടെ ന്യൂസ് പേപ്പർ പോലും ഇല്ലാത്ത സ്ഥലം. മലയാളിക്ക് ന്യൂസ് പേപ്പർ ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ന്യൂസ് പേപ്പർ ഇല്ലാത്തൊരു സ്ഥലം. ഇറച്ചി മീനും മുട്ടയും കിട്ടിയില്ല, പോട്ടെ, അത് വേണ്ടാന്ന് വെക്കാം. എന്നാൽ ഇവിടെ വിട്ടുവെച്ച് പോകണം, ഡൽഹിയിലേക്ക് പോകണം, വേറെ എന്തൊക്കെ പറഞ്ഞു, ഡൽഹി പോകണമെന്ന് എന്തൊക്കെ പറഞ്ഞു. രാജസ്ഥാനോട് അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ചു. കാരണം അദ്ദേഹം രാജസ്ഥാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ പ്രവർത്തനം. ഹല്ലേലൂയ. കട്ര വലിയൊരു ഭാവിയുള്ള സ്ഥലമായിരുന്നില്ല. നിങ്ങൾ ജോണോസിൻ്റെ സഭയുടെ പേരെന്തോന്നറിയാമോ? ലേക്ക്വുഡ് ചർച്ച്. എങ്ങനെ അതിന് പേര് വന്നതെന്നറിയാമോ? ലേക്ക്വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയ സഭയാണ്. ലേക്ക്വുഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ട് അവിടെ, പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻസ് താമസിക്കുന്ന സ്ഥലം, ഏറ്റവും പിന്നോക്കമായിട്ടുള്ളത്, നല്ല ഒരു കെട്ടിടമില്ലാത്തൊരു സ്ഥലം.
കാണുന്നവരെല്ലാം പറഞ്ഞു വലിയ ഭാവിയില്ലാത്ത സ്ഥലം, കട്ടറ ഭാവിയില്ലാത്ത സ്ഥലം, ലേക്കോട്ട് ഭാവിയില്ലാത്ത സ്ഥലം, പോളിയോങ്കിച്ച തുടങ്ങിയ സ്ഥലം സഭ തുടങ്ങിയത് ഭാവിയില്ലായിരുന്നു. ഇപ്പോഴത് സിറ്റിയുടെ നടുക്കായത്. അന്നൊന്നുമില്ലാതിരുന്ന കാലത്ത് CMC വെല്ലൂർ, എവിടെ? ഒരു കൊച്ചു പട്ടിക്കാട് അതിനകത്ത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് സ്ഥലം പ്രശ്നമല്ല കേട്ടോ. പണക്കാരായി തീർന്ന മിക്കവരും അവരുടെ ആരംഭത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പറഞ്ഞവരാണ്, അവരോട് പറഞ്ഞിട്ടുള്ളവരാണ്. അവർ പറഞ്ഞല്ല, അവരോട് പറഞ്ഞിട്ടുള്ളവരാണ്. അവരോട് എല്ലാവരും പറഞ്ഞവന് ഭാവിയില്ല, ഈ പ്രവർത്തനത്തിന് ഭാവിയില്ല, ഇത് കാണാനൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞതിനകത്ത് 90% ഉയർന്ന നിലയിലായി. 10% മാത്രമേ ഉള്ളൂ അപ്പൻ്റെയോ വേറെ ആരുടെയെങ്കിലും കസേര കെട്ടിയത്. ബാക്കിയുള്ളവരെല്ലാവരും വലിയവരായവരെല്ലാവരും 90% ചെറിയൊരു വിത്തിൽ നിന്നും ഒരു ഐഡിയയിൽ നിന്ന് വന്നതാണ്. ദൈവം അനുഗ്രഹിച്ചാൽ ചെറിയ കടുകുമണിയും വളരെ വലുതാവും, ചെറിയ ഒരു ഉടമ്പടിയും വളർന്ന് വലുതാവും. 1981 ഞാൻ പത്താംകോട്ട് വന്നു. ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ എന്നെ വന്ന് കണ്ടു. എനിക്ക് 10 ലക്ഷം രൂപ തന്നു. ഞാൻ 1.5 ഏക്കർ ഭൂമി വാങ്ങിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെയും ബാക്കിയുണ്ട് ഭൂമി വാങ്ങിക്കാൻ കിടപ്പുണ്ട്, 10-30 ഏക്കർ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉടമസ്ഥനൊക്കെ പറഞ്ഞു, നീ ഉയർന്ന ഭൂമിയല്ല ഞാൻ വാങ്ങിച്ചോളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 1.5 ഏക്കർ വാങ്ങിച്ചു കഴിഞ്ഞു എൻ്റെ മനസ്സിനകത്തൊരു സംശയം, ഇത് എനിക്ക് വേണ്ടിയാണോ, എൻ്റെ പേരിന് വേണ്ടിയാണോ ചെയ്യുന്നത്? ഇത് എന്തിനാണ്? ഞാൻ ലില്ലിയെ വിളിച്ചുകൊണ്ട് പോയി. ഒരു വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ അതിനപ്പുറത്ത് ഒരു 5-8-10 എരുമകളെ വളർത്തുന്ന ഒരു സർദാർജിയുടെ ഡയറി ഫോമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് പാല് വാങ്ങിക്കാൻ വരും വൈകുന്നേരം. എനിക്കൊരു ഭയം. ഇത് അപ്പോൾ അവിടെ ഒരു തിട്ടയുണ്ട്, ആളുകൾ പോകുന്ന വഴിയുടെ സൈഡിൽ തിട്ട, അവിടെ ആ വഴി. ഞാൻ ലില്ലിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പോകുന്നവരെല്ലാം കൂടെ നോക്കുന്നു. ഞാൻ ലില്ലിയും കൂടെ കൈ കോർത്ത് പിടിച്ചു പ്രാർത്ഥി. അങ്ങനെ എല്ലാവരും ഇരിക്കത്തില്ലല്ലോ. റോഡിൻ്റെ സൈഡിൽ കൈ ഓർത്ത് പിടിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിക്കും അന്നാരും ഇരിക്കത്തില്ല, എല്ലാവരും നോക്കുന്നുണ്ട്, ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീകളൊക്കെ. എനിക്കൊരു ഭയം, ഇതെൻ്റെ പേരിന് വേണ്ടിയാണോ? ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ അവിടെ കിടന്ന ഒരു കട്ട മണ്ണ്, കൃഷിഭൂമിയാണ്. അപ്പോൾ നിലം ഉഴുത് കഴിയുമ്പം കട്ടയായിട്ട് മണ്ണ് കിടക്കും. ഒരു കട്ട മണ്ണ് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, ഇതെൻ്റെ പേരിലാക്കത്തില്ല, എൻ്റെ മക്കളുടെ പേരിലാക്കത്തില്ല, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കത്തില്ല. ഞാൻ നിന്നോട് ചോദിക്കാം. പെട്ടെന്ന് എൻ്റെ സ്വപ്നം അങ്ങ് വലുതായി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഉയർന്ന ഭൂമി മുഴുവൻ നിന്നോട് ചോദിക്കുകയാണ്, ഏകദേശം 4 ഏക്കർ ഭൂമി, ഇതെൻ്റേതാക്കത്തില്ല, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. പെട്ടെന്ന് ഞാൻ കണ്ടു അവിടെ ഒരു ചർച്ച് ബിൽഡിംഗ് ഉയർന്നു വരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ടു അവിടെ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു. ഇവിടെ ഞാൻ കണ്ടു ബൈബിൾ സ്കൂൾ ഉയർന്നു വരുന്നു. ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി, ഇവിടെ നമ്മൾ ബൈബിൾ സ്കൂൾ പണിയാം, ലില്ലി, നമ്മൾ ബൈബിൾ സ്കൂളിലെ സ്റ്റാഫിന് വേണ്ടി അവിടെ പണിയും, ലില്ലി, നമ്മളവിടെ ചർച്ച് ബിൽഡിംഗ് പണിയാം, ലില്ലി, ഈ ഗ്രൗണ്ട് നമ്മൾ കൺവെൻഷൻ ഗ്രൗണ്ടായിട്ടിടും. അന്നെൻ്റെ അടിവസ്ത്രത്തിന് പൈസ ഇല്ല. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. ദൈവം ചെന്ന ഒരു ചെറിയൊരു ഐഡിയ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ദൈവത്തെ ഞാൻ എൻ്റെ പാർട്ട്ണറാക്കി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം എനിക്ക് ആ ഭൂമി മുഴുവൻ തന്നു. ദൈവത്തെ നിങ്ങളെ പാർട്ട്ണറാക്കുക, എന്നിട്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ എടുത്ത ഉടമ്പടികൾ അത് പറയാൻ പോവാണ്. ഞാൻ ദൈവമായിട്ട് ഒപ്പിട്ട് കൊടുത്ത ഉടമ്പടികൾ ചിലത് പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില ചില ഭ്രാന്ത് പിടിച്ച കിറുക്കന്മാരുടെ ഉടമ്പടി പറയാൻ പോവുകയാണ്. ഞാൻ സ്വത്തുണ്ടാക്കത്തില്ല. സ്വത്തുണ്ടാക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷേ എൻ്റെ തീരുമാനം ഞാൻ വിശദീകരിക്കാം കേട്ടോ. എൻ്റെ തീരുമാനം, ഈ ഭൂമി ഒരിക്കലും ജോണോസിന് തരുന്ന ഭൂമി, ഈ ഭൂമി മുഴുവൻ 4 ഏക്കർ ഭൂമിയും ജോണോസിന് തന്നത് ലില്ലിക്കും അബിക്കും വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ്. ഈ പച്ചനറിയാതെ അതിനുവേണ്ടിയാണ് പറഞ്ഞത്, ഇത് അബിക്കും ഉണ്ടാക്കണം, എന്നിട്ട് ഇതിനകത്തൊരു ഓർച്ചാട് വെക്കണം, എന്നിട്ടൊരു കെട്ടിടം പണിയണം, അത് താമസിക്കണം. ഞാൻ തീരുമാനിച്ചില്ല, ഞാൻ നോക്കത്തില്ല. ഒരു ക്രേസി ഉടമ്പടി. ഞാൻ പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയി താമസിച്ച് പ്രവർത്തിക്കത്തില്ല. പോയെന്ന് വരും, വിസിറ്റിങ്ങിന് പോയെന്ന് വരും, തിരിച്ചു വരും. ഉടമ്പടി. വിദേശത്ത് പോയാൽ എന്താ കുഴപ്പം? അമേരിക്ക പോയി താമസിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി, എനിക്ക് ക്ഷണം കിട്ടി. KS ജേക്കബ് തിരുവല്ലായിലുള്ള അദ്ദേഹത്തിന് അറിയാം. വേറെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം, അനിയൻ ബ്രദർ ഉണ്ട്, ബാരനിലുണ്ട് ഇപ്പോഴും. അവർക്കെല്ലാം അറിയാം. എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. 1000 പഞ്ചാബികളുടെ പാസ്റ്ററായിട്ട്. കാരണം അവർ പറയുന്നത് ഉറുദുവാണ്, നീയും പറയുന്നത് ഉറുദുവാണ്, ഇവിടെ വന്നാട്ട് പ്രവർത്തിച്ചാൽ ഇല്ല. ഞാൻ ആ കടലാസ് വലിച്ചു കയറി കളഞ്ഞു. ഞാനൊരു ക്രൈസ്തവ ഉടമ്പടി ചെയ്തു. ഞാൻ വിദേശത്ത് പോയി താമസിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ തീരുമാനിച്ചു, ഞാൻ എന്തെങ്കിലും സംഘടനയുടെ ചുമതല വേറൊരാൾക്ക് കൈമാറുമ്പോൾ ഒരു സാധനം എടുക്കാതെ ഇറങ്ങിപ്പോകും. ഒരു സാധനം പോലും എടുക്കാതെ ഇറങ്ങിപ്പോകും. തീർന്നില്ല, ഒരു അഡ്രസ്സ് പോലും കൊണ്ടുപോകത്തില്ല. ഈ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സപ്പോർട്ടറി അഡ്രസ്സ് എൻ്റെ കയ്യിലില്ല, ഇപ്പോഴും ഇല്ല.
അന്നുമില്ല ഇന്നുമില്ല. 2004 ഞാൻ ചുമതല വിട്ടിട്ട് പോയതാണ്. ഞാനെടുത്തൊരു ക്രേസി തീരുമാനം, എൻ്റെ ഉടമ്പടി എൻ്റെ ദൈവ പാർട്ട്ണറുമായിട്ട് ഞാൻ ചെയ്തതാണ്. ഹല്ലേലൂയ. എൻ്റെ കസേര ഒരിക്കലും ഞാൻ എൻ്റെ മകന് കൊടുക്കത്തില്ല, മരുമകന് കൊടുക്കത്തില്ല. രണ്ടുപേരും സൂക്ഷിച്ച വേലയിലായിരുന്നു. ദൈവം കാണിച്ചു തരുന്ന ഒരാളിന് കൊടുക്കും, കഴിവുള്ള ഒരാളിന് കൊടുക്കും. ഹല്ലേലൂയ. കഴിവുള്ള ഒരാളിനെ തള്ളി മാറ്റിയിട്ട് എൻ്റെ മോനെ ഇരുത്തത്തില്ല, കഴിവുള്ള ഒരാളിനെ തള്ളി മാറ്റിയിട്ട് എൻ്റെ മരുമനെ ആക്കത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ആൻഡ് ഐ കെപ്റ്റ് ഇറ്റ്. അടുത്തത്, ദൈവത്തിൻ്റെ മറ്റൊരു പ്രവർത്തനത്തിന് ദോഷം വരുത്തി എൻ്റെ പ്രവർത്തനം ഞാൻ വിപുലമാക്കത്തില്ല. എടാ, അപ്പുറത്തെ മുറിയുടെ ഇഷ്ടിക എടുത്തുകൊണ്ട് വന്ന് ഇപ്പുറത്തെ മുറി വെച്ചാൽ എന്താ ലാഭം? അത് ദൈവത്തിൻ്റെ, ഇതും ദൈവത്തിൻ്റെയാണ്. ഞാനൊരിക്കലും ചെയ്തില്ല, മറ്റുള്ളവർ ചെയ്യുന്നവരും ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. എന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നവരെ ഞാൻ എടുത്ത ഉടമ്പടിയാണ്. എന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നവരെ ഒരിക്കലും ഞാൻ കരയിപ്പിച്ച് അയക്കത്തില്ല, ശപിച്ച് അയക്കത്തില്ല. ഒരിക്കലും അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കാനുള്ള പണം ഒരിക്കലും ഞാൻ പിടിച്ചു വെക്കത്തില്ല. ഐ വിൽ നോട്ട് ബി ആൻ എക്സ്പെൻസീവ് ചൈൽഡ് ഫോർ യു. ദൈവത്തോട് വാക്ക് പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരിക്കലും ധാരാളി അല്ല, നിനക്ക് വലിയ ചിലവ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെൻസീവായിട്ടുള്ളൊരു പൈതലായിരിക്കത്തില്ല ഞാൻ. ഹല്ലേലൂയ. ഞാനൊരു സരള ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും. ഞാൻ എൻ്റെ കവനൻ്റ് ദൈവവുമായിട്ട് ചെയ്തു. നിങ്ങളും നിങ്ങളുടെ കവനൻ്റ് ദൈവവുമായിട്ട് ചെയ്യണം. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ പറഞ്ഞത് വിശദീകരിക്കാൻ പോവാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന് 34-35 വാക്യങ്ങൾ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിൻ്റെ മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അതുപോലെ കാർമേഘം വന്നു. എപ്പോൾ 7 പ്രാവശ്യം ദൈവം മോശയോട് പറഞ്ഞത് മോശ അതുപോലെ ചെയ്തപ്പോൾ, ഇനിയും ശ്രദ്ധിക്കണം, ദൈവം മോശയോട് പറഞ്ഞതുപോലെ മോശ ചെയ്തു. ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അദ്ദേഹത്തോട് പറഞ്ഞതുപോലെയല്ല, ഇദ്ദേഹത്തോട് പറഞ്ഞതുപോലെയല്ല, എന്നോട് പറഞ്ഞതുപോലെയല്ല, നിങ്ങളോട് പറഞ്ഞതുപോലെ. അവന് പാർട്ട്ണറാണോ, അവനുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടുക. ദൈവം നിന്നോട് പറയുന്നത് ചെയ്യണം. നിൻ്റെ ഉടമ്പടി ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ. നീ പറയുന്ന ഉടമ്പടിയാണല്ലോ, ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ, അല്ലേ? എനിക്കിവിടെ 10,000 പേരുള്ള ഒരു സഭ ഉണ്ടാക്കണം. അതിന് അവിടുത്തെ സഭയും പിടിച്ചുകൊണ്ട് വരണം, ഇവിടുത്തെ സഭയും പിടിച്ചുകൊണ്ട് വരണം, ഇവിടുത്തെ 2 പേരെയും പിടിക്കണം. ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. ആ സമയം ദൈവം ഒപ്പിട്ട് തരും. എങ്കിൽ മാത്രമേ ദൈവം ഒപ്പിടത്തുള്ളൂ. ഹല്ലേലൂയ. നീ ഉണ്ടാക്കുന്ന എല്ലാ ഉടമ്പടിയും ദൈവത്തിൻ്റെ ഒപ്പുള്ളതായിരിക്കും, ഇഷ്ടപ്രകാരമായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാവരും ശുദ്ധീകരിക്കണം. എല്ലാം സകലതും വിശുദ്ധീകരിക്കണം. അതെല്ലാം വിശുദ്ധമായിരിക്കണം. പുരോഹിതന്മാരും വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ വാക്യം 10, യാഗപീഠം ബാക്കിയുള്ളതൊക്കെ വിശുദ്ധമായിരിക്കും, യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നാം പറയുന്ന ഉടമ്പടി അതിവിശുദ്ധമായിരിക്കണം. അത് യാഗമാണ്, അത് അതിവിശുദ്ധമായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ വിശുദ്ധമായാലും നീ ദൈവമായിട്ട് ചെയ്യുന്ന ഉടമ്പടി അതിവിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ യേശു അതിൻ്റെ പാർട്ട്ണറായിട്ട് ഒപ്പിടത്തുള്ളൂ. എനിക്കൊന്നും സമ്പാദിക്കണമെന്നില്ല. ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗിയുടെ തലവേദന പോലും മാറണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ദൈവത്തിൻ്റെ നാം മഹത്വമാണെങ്കിൽ തരട്ടെ. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു വേലയും ആണി കുഴിച്ചിടത്തില്ല, ആരുടെയും തലയെ പിടിച്ച് കറക്കത്തില്ല, ആർക്കും ഒരു ദോഷം ഇല്ല, ഞാൻ ചെയ്യത്തില്ല. അത്ഭുതം നടക്കുന്നതല്ല, ദൈവത്തിൻ്റെ പ്രസാദമുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. നല്ല വിത്തുകളെ ശേഖരിച്ചാട്ടെ കുഞ്ഞെ, സഹോദര നല്ല വിത്തുകൾ ചെയ്ത് നിൻ്റെ തീരുമാനങ്ങൾ ഉടമ്പടി അതിവിശുദ്ധമായിരിക്കട്ടെ. വിത്തുകൾക്ക് അതേപോലെയുള്ളതിന് സന്താനങ്ങളെ ജനിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതേപോലെയുള്ളത് നിൻ്റെ വിശുദ്ധമാണെങ്കിൽ ഉണ്ടാകുന്നതിനും വിശുദ്ധമായിരിക്കും. ഞാൻ പറയും, ഞാൻ എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ സംഘടനയിൽ വഴക്കുണ്ടാകത്തില്ല ഒരു 40 വർഷമെങ്കിലും. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ കമ്മിറ്റി മീറ്റിങ്ങിനകത്ത്. ഇന്ന് വരെ 55 വർഷമായി സംഘടന തുടങ്ങിയിട്ട് ഇന്ന് വരെ ആരും എഴുന്നേറ്റൊന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും. പറയാനൊക്കാത്തത് എഴുതിത്തരാനുള്ള സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും ശബ്ദം, ഞാൻ പറയും 50 വർഷം കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഭിന്നിപ്പുണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്താ കാര്യം? ഏതാണോ വിത്ത് ഞാൻ വിതയ്ക്കുന്നത്, നല്ല വിത്തുകൾ ശേഖരിച്ചാട്ടെ, അത് വിതച്ചാട്ടെ. അതേപോലെയുള്ള സന്താനങ്ങൾക്കായിരിക്കും ഉൽപ്പാദനം കൊടുക്കുന്നത്. അതിന് നിങ്ങളുടെ വിത്തുകൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങളുടെ ഫലങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അതൊരു പ്രക്രിയയാണ്, അതൊരു പ്രോസസ്സാണ്. അത് വീണ്ടും വിത്ത് നടുമ്പം വീണ്ടും
വിത്ത് നടുമ്പോൾ വീണ്ടും റിപ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം നിനക്ക് വിത്തുകൾ തരും, പല വിധത്തിലുള്ള വിത്തുകൾ തരും. ഏതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു, പ്രസംഗിക്കാനുള്ളത്, പാട്ട് പാടാനുള്ള കഴിവ്, സഭ സ്ഥാപിക്കാനുള്ളത്, ആത്മാക്കളെ നേടാനുള്ളത്, ഇതിനൊക്കെയുള്ള കഴിവുകൾ തരും. ഹല്ലേലൂയ. വിക്ടർ ഹ്യൂഗോ പറഞ്ഞ 3 കൊട്ടേഷൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിചാരമാണ് ഇത് സ്ക്രീനിനകത്ത് അടിച്ചിടുവെന്ന്. There is nothing like a dream to create the future. അടിച്ചാട്ടെ, ടൈപ്പ് ചെയ്താട്ടെ. There is nothing like a dream to create the future എന്ന് പറഞ്ഞാൽ ഭാവി സൃഷ്ടിക്കാൻ സ്വപ്നം പോലെ മറ്റൊന്നില്ല. ഭാവി സൃഷ്ടിക്കണോ? ഒരു സ്വപ്നം കാണുക, ഒരു സ്വപ്നം കാണുക. അദ്ദേഹം പറഞ്ഞ വേറൊരു കൊട്ടേഷനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 2 നോവൽസ് വായിച്ചിട്ടുണ്ട്. ഫ്രഞ്ചുകാരനായിട്ടൊരു നോവലിസ്റ്റായിരുന്നു അദ്ദേഹം, വിശ്വാസിയായ ഒരു നോവലിസ്റ്റ്. Nothing makes a man so adventurous as an empty pocket. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കാലിയായ ഒഴിഞ്ഞ കീശ പോലെ, ഒഴിഞ്ഞ ഒരു പോക്കറ്റ് പോലെ ഒരു മനുഷ്യനെ സാഹസികനാക്കുന്ന, അഡ്വഞ്ചറസ് ആക്കുന്ന മറ്റൊന്നുമില്ല. ഒന്നുമില്ലാത്തപ്പോഴാണ് നിനക്ക് പലതും ചെയ്യാനുള്ള ആഗ്രഹം. കട്ടറായിപ്പോയത് ഒന്നുമില്ലാതെ, 10 കോട്ട് വന്നത് ഒന്നുമില്ലാതെ, 7 രൂപ കൊടുത്തിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുക്കാനുള്ള പൈസ എൻ്റെ ഇല്ലായിരുന്നു. ഒരു യൂക്കാലി മരത്തിൻ്റെ ചുവട്ടിലാണ് കിടന്നത്. ഡൽഹിയിലോട്ട് വന്നത് രൂപ ഇല്ലാതാണ് വന്നത് കേട്ടോ. മുറി കിട്ടിയില്ലെങ്കിൽ CK ജോർജ് എനിക്ക് എടുത്തെഴുതി. CK ജോർജ് കാൺപൂരിലുണ്ട്, ചോദിക്കണം. വേണത് വരരുത് ഇത്ര ഭാര്യയുണ്ട്, ചോദിക്കണം. വരരുത് ഇവിടെ മുറി കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, തോമസ് മാത്യു തന്ന, സൗദിക്കാരനായ തോമസ് മാത്യു എന്ന വലിയൊരു പുൽപ്പായുണ്ട്, ഇത് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടെ കിടക്കും. എന്നാലും ദൈവം പറഞ്ഞു, കാർ മേഘം പൊങ്ങി, ഇനി നീ 10 കോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ യാത്ര തിരിച്ചു. ഒന്നുകൂടെ വായിക്കട്ടെ. നത്തിങ് മേക്സ് എ മാൻ സോ അഡ്വഞ്ചറസ് ആസ് ആൻ എംപ്റ്റി പോക്കറ്റ്. ഹല്ലേലൂയ. 3-ാമത്തേത്, no army can stop an idea whose time has come. ഞാൻ എൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും എഴുതി വെക്കാൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മലയാളത്തിൽ പറഞ്ഞാൽ സമയത്തിന് കിട്ടുന്ന ഒരു ഐഡിയ, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്തിന് കിട്ടുന്ന ഒരു ഐഡിയ ഒരു പട്ടാളത്തിനും അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഒരു പട്ടാളത്തിനും ദൈവത്തിൻ്റെ സമയത്തിന് ഒരു ഐഡിയയെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. ദൈവം നിനക്ക് ഒരു ഐഡിയ തന്നാൽ അത് വിത്താണ്. നല്ല വിത്തുകൾ കൊണ്ട് നിറയ്ക്കുക കേട്ടോ. 5 P കാര്യങ്ങൾ പറയാം. 5 പീരികൾ. P. 1, പിക്ക് അപ്പ്. ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ അത് സ്വീകരിക്കുക. ഞാൻ എപ്പോഴെവിടെ വന്നാലും നോട്ട്ബുക്കും കൊണ്ടേ നടക്കത്തുള്ളൂ. എന്താ കാര്യം? ദൈവം തരുന്ന ഒരു ഐഡിയ പെട്ടെന്ന് എഴുതിയെടുക്കാൻ. ഇന്നലെ ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കിട്ടിയത്. ഉടനെ ഞാൻ എഴുതിയെടുത്തു. എൻ്റെ നോട്ട്ബുക്ക് ഉള്ളത് കൊണ്ടാണ് എഴുതിയെടുത്തത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും, പിന്നെ വിചാരിക്കും എന്തോ പറഞ്ഞെന്ന്. അതുകൊണ്ട് പിക്ക് അപ്പ്. 2, പ്ലാന്റ് ഇറ്റ്. ഒരു വിത്ത് കൊണ്ട് ശേഖരിച്ച് വെറുതെ വെച്ചിരുന്നാൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ അത് പ്ലാന്റ് ചെയ്യുക. എവിടെ പ്ലാന്റ് ചെയ്യുക? നല്ല ഹൃദയത്തിൽ പ്ലാന്റ് ചെയ്യുക, നല്ല കൂട്ടുകാരുമായിട്ട് പ്ലാന്റ് ചെയ്യുക, നല്ല ഭൂമിയിൽ പ്ലാന്റ് ചെയ്യുക. 3, പ്രൊട്ടക്റ്റ് ഇറ്റ്. അതിനെ കാത്ത് സൂക്ഷിക്കണം. പിശാച് തട്ടിക്കൊണ്ട് പോകാതെ, പാപം തട്ടിക്കൊണ്ട് പോകാൻ. നല്ല ഐഡിയ ഒക്കെ വന്ന് പിശാച് വിചാരിക്കുന്നത് ഇതാണ് നല്ല സമയം. അവനൊരു പെണ്ണിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഏവക്കൊരു പുരുഷനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അവന് ഇച്ചിരി അഹങ്കാരം കൊടുത്തു കഴിഞ്ഞാൽ, അവന് ഇച്ചിരി അസൂയ കൊടുത്തു കഴിഞ്ഞാൽ, അവനെ തകർക്കാൻ പറയാതൊന്നും വേണ്ട. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ഇറ്റ്. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, പ്ലക്ക്, പിക്ക്, പ്രൊഡ്യൂസ് ദ ഹാർവസ്റ്റ്. ഹല്ലേലൂയ. ഇതിനെയെല്ലാം പിടിച്ചെടുക്കുക. ദൈവം തന്നിരിക്കുന്ന വിത്തിനെ നട്ടിട്ട്, അതിനെ വളർത്തിയെടുത്തിട്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഫലശേഖരം നടത്തുക. 5-ാമത്തെ P, പ്ലാന്റ് ഇറ്റ് അഗെയിൻ. ഹല്ലേലൂയ. അതിൻ്റെ വിത്തിനെ വീണ്ടും നടുക. ഹല്ലേലൂയ. അങ്ങനെ നീ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലുതാവും നിൻ്റെ സഭ, വലുതാവും നിൻ്റെ ബിസിനസ്, വലുതാവും നിൻ്റെ കുടുംബം, വലുതാവും നിൻ്റെ കഴിവുകൾ, വലുതാവും നിൻ്റെ കഴിവുകൾ. ഞാനൊരു സിനിമ ഉണ്ടാക്കി, സ്വർഗം സന്തോഷിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്നെ എല്ലാവരും എതിർക്കുമെന്ന് വിചാരിച്ചു. ആരും എതിർത്തില്ല. കാരണം അന്നത്തെ കാലത്ത് രക്ഷിക്കപ്പെട്ട മർത്തോമക്കാരും യഹൂദക്കാരും എല്ലാവരും വിചാരിക്കുന്നത് കള്ള, കഞ്ചാവ്, സിനിമ, ഇത് മന്ത്രവാദം, ഇതെല്ലാം ഒരേ പാപമാണെന്നാണ്. അന്നേരമാണ് ഞാനൊരു ഉപദേശിയായ PG വർഗീസ് ഒരു സിനിമ ഉണ്ടായി. എൻ്റെ വിചാരം എല്ലാവരും എതിർക്കുന്നായിരുന്നു. ആരും എതിർത്തില്ല. ആ സമയത്താണ് നേരേറ്റുപുറം പാസ്റ്റർ KC ജോൺ എന്നെ കൺമച്ച് പറഞ്ഞ നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ വല്ലതും പറയാൻ പോവാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇനി ഞാൻ ഉണ്ടാക്കത്തില്ല കേട്ടോ, ഈ ഒരെണ്ണം ഉണ്ടാക്കിയതുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു. നന്ദി പറഞ്ഞല്ല, ഉണ്ടാക്കണം. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. 2-ാമത്തെ ഉണ്ടാക്കി, അതിനേക്കാൾ നല്ലതായിരുന്നു. 3-ാമത്തെ ഉണ്ടാക്കി, 4-ാമത്തെ ഉണ്ടാക്കി, 5-ാമത്തെ ഉണ്ടാക്കി, അതിലും നല്ലതായിരുന്നു. പ്ലാന്റ് ഇറ്റ് അഗെയിൻ ആൻഡ് പ്ലാന്റ് ഇറ്റ് അഗെയിൻ, പ്ലാന്റ് ഇറ്റ് അഗെയിൻ ആൻഡ് പ്ലാന്റ് ഇറ്റ് അഗെയിൻ. ആമോസിൻ്റെ പുസ്തകം. ഹല്ലേലൂയ. 9:13.
12-ാമത്തെ വാക്യം. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലങ്ങളിൽ എന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു. ഇത് അനുഷ്ഠിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉടമ്പടി ചെയ്ത യഹോവയുടെ അരുളപ്പാട്. 13. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. വീട്ടിൽ പോയി വായിക്കണം, നിങ്ങൾ ബാക്കിയോട്ട് 14-ഉം 15-ഉം വായിക്കണം കേട്ടോ. ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ഉടമ്പടി അവൻ ചെയ്ത കവനൻ്റാണ്. ഹല്ലേലൂയ. എന്താണ്? ഉഴുന്നവൻ കാളയെ പൂട്ടുന്നവൻ കൊയ്യുന്നവൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്യുന്നവൻ ഉഴുന്നവൻ. ആരാണ് കൊയ്യുന്നവൻ? ഏലിയ കൊയ്യുന്നവനായിരുന്നു. ഏലീഷ പുറകെ ഉഴുന്നവനായിരുന്നു. മോശ കൊയ്യുന്നവനായിരുന്നു. യോശുവ പുറകെ പോകുന്നവനായിരുന്നു. പൗലോസ് മുമ്പേ പോകുന്നവനായിരുന്നു. അവൻ്റെ അടുത്ത തലമുറകളെ കാണിക്കുന്നതാണ്. DGS ദിനകരൻ അങ്കിൾ പോയി. അടുത്തത് ഞാനും നീയുമാണ്. എനിക്കും വയസ്സ് 85 എൻ്റെ പുറകെയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ 3/4 പങ്കാൾക്കാരും. നിങ്ങൾ പുറകെ വരുന്നവരാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കൊയ്തു പോകണം. പാസ്റ്റർ കെ.സി. ജോൺ അതുപോലുള്ള വലിയ ദൈവദാസൻ നിങ്ങൾ അറിയാവുന്നവരുടെയൊക്കെ പേര് ചിന്തിച്ചാട്ടെ. അവരൊക്കെ മുമ്പേ കൊയ്തു പോവുകയാണ്. അവർ മുമ്പേ പോവുകയാണ്. 1-ാമത്തെ തലമുറ. പുറകെ വരുന്ന 2-ാമത്തെ തലമുറ ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം എത്തിച്ചേരും. ഞങ്ങളെക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്നലത്തെ ഉണർവ് പ്രസംഗരെക്കാൾ സഭാസ്ഥാപകരെക്കാൾ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് സ്വർഗസ്ഥനായ ദൈവം നിനക്ക് തരും. പ്രിയപ്പെട്ട യുവാവേ, യുവതി, എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഹി വിൽ മേക്ക് യു റിച്ച്. അവനെ ധനവാനാക്കി തീർക്കും നിൻ്റെ കഴിവിനകത്ത്. ഹല്ലേലൂയ. ഉഴുത് കയറി വരുന്നവൻ കൊയ്യുന്നവരെ തുടർന്നെത്തുന്നു. പർവ്വതം പുതുവീഞ്ഞ് തരുന്നു. കുന്നുകളോ ഉരുകിപ്പോകും. കുന്നിനെ നോക്കി നിൽക്കരുത്. ഹല്ലേലൂയ. ഉഴുത് കയറുക. കാളെ പൊട്ടി കയറുക. കൊയ്യുന്നവരോടൊപ്പം എത്തിച്ചേരുക. കടുക് ചെറിയ വിത്ത്, പക്ഷേ അത് മരമായി തീരും. അത് നിലനിൽക്കും. എങ്ങനെ? പാർട്ട്ണർഷിപ്പ് കാരണം. ഒരു കടുക് അധികം നാൾ നിലനിൽക്കത്തില്ല. കടുകിൻ്റെ ചെടി അധികം നാൾ നിൽക്കത്തില്ല. അതൊരു സീസണിലാണ്. അതൊരു കാലാവസ്ഥയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം തന്നിരിക്കുന്ന ഐഡിയ മനസ്സിലായോ? അത് വലുതായി വൃക്ഷമായി, അത് വലിയൊരു മരമായി തീരും. അത് കാറ്റത്ത് വീണ് പോകത്തില്ല. അത് ഫലം തരും. അത് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. കടുക് ഒരു ചെറിയ വിത്താണ്. 3 മാസം കൊണ്ടാണ് ഒരു കടുക് ചെടി വലുതാവുന്നത്. 85 മുതൽ 95 ദിവസം വരെ ഉള്ളൂ. അതിനകത്തുണ്ടാകുന്ന വിത്ത് എത്രയുണ്ടെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കി, ഒന്ന് അന്വേഷിച്ച് നോക്കി നെറ്റിനകത്ത്. കണക്കില്ലാത്ത 1000 വിത്തുകൾ ഉണ്ടായിത്തീരും. നിങ്ങൾക്കൊരു ചെറിയ വിത്ത് ഐഡിയ ആയിട്ട് വരട്ടെ. ഹി വിൽ മേക്ക് യു റിച്ച്. എങ്ങനെ? രൂപ തരത്തില്ല. അവൻ്റെ ഐഡിയ തരും. അവൻ്റെ പാർട്ട്ണർഷിപ്പ് തരും. ഹിസ് ഐഡിയ പ്ലസ് ഹിസ് പാർട്ട്ണർഷിപ്പ്, ഇറ്റ് വിൽ മേക്ക് യു റിച്ച്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹിസ് ഐഡിയ പ്ലസ് ഹിസ് പാർട്ട്ണർഷിപ്പ് നിങ്ങളെ വലിയവരാക്കട്ടെ, നിങ്ങളെ റിച്ചാക്കട്ടെ, നിങ്ങളെ സമ്പന്നരാക്കട്ടെ, നിങ്ങളെ ധനവാരാക്കി തീർക്കട്ടെ, വലിയ സഭകൾ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർക്കാണ് അനുഗ്രഹം ആവശ്യം? വർഗീസ്, ഇത് എനിക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്. എനിക്കാണ് ആവശ്യം. എനിക്ക് ദൈവത്തിലൊരു ധനവാനായി തരണം. പണത്തിനകത്ത് മാത്രമല്ല, അവൻ്റെ പാർട്ട്ണർഷിപ്പിനകത്ത്. ഹിസ് ഐഡിയ പ്ലസ് ഹിസ് പാർട്ട്ണർഷിപ്പ്. കർത്താവെ, ആരൊക്കെയാണോ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ഐഡിയ അവർക്ക് കൊടുക്കണമേ, നിൻ്റെ പാർട്ട്ണർഷിപ്പ് അവർക്ക് കൊടുക്കണമേ. അവർ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് എനിക്ക് വന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാനൊരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഐഡിയ നിൻ്റെ സഭയ്ക്ക് വേണ്ടി, നിൻ്റെ ഭൂമിക്ക് വേണ്ടി ഹല്ലേലൂയ ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാ സ്ഥലത്തും ഉണ്ടാകും. ഒന്നുകൂടെ വായിക്കണം. ആവർത്തന പുസ്തകം 28-1 മുതൽ 14 വരെ. എൻ്റെ പപ്പായുടെ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പല പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം. പപ്പ വല്ലാതെ പൊട്ടിപ്പാളിസായി നിൽക്കുന്ന സമയത്ത് പണമെല്ലാം പോയി. എൻ്റെ കോളേജ് പഠിത്തത്തിനകത്തൂടെ പോയി, എൻ്റെ പെങ്ങളുടെ കാര്യത്തിനകത്ത് പോയി, എൻ്റെ അനുജൻ്റെ കാര്യത്തിനകത്ത് പോയി. അമ്മച്ചിക്ക് ഇതിൻ്റെ പ്രഷറിനകത്ത്, ഈ സമ്മർദ്ദത്തിനകത്ത് ഭ്രാന്തിയായി കഴിഞ്ഞു. ഭ്രാന്തി തലമുടിയൊക്കെ വലിച്ച് നെല്ലിക്കാത്തളം വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് പപ്പ വിൽക്കാൻ കിടന്ന ഒരു 10 ഏക്കർ ഭൂമിക്കകത്ത് കയറിയുന്നുണ്ട്. കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു പപ്പായ്ക്ക് കീർക്കാമെന്ന് വിചാരിച്ചു. പപ്പായുടെ രൂപയില്ല, എൻ്റെയൊക്കെ പറഞ്ഞു 100 രൂപയില്ല പപ്പാടെ. ആ സമയത്താണ് പറയുന്നത്, കർത്താവെ ഇത് വിൽക്കാൻ കിടക്കാം, വേറെ ആരും വാങ്ങിക്കരുത്, മുഴുവൻ എനിക്ക് തരണം, ഇതിനിടയ്ക്ക് കയറി ആരും വാങ്ങിക്കരുത്. പപ്പ വാങ്ങിച്ചു. 3 വർഷത്തിനകത്ത് മുഴുവൻ വാങ്ങിച്ചു.
ശമ്പളം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങളും കാണുക, ഒരു ഐഡിയ പ്ലസ് അവൻ്റെ പാർട്ട്ണർഷിപ്പ്. ദൈവത്തെ പാർട്ട്ണറായിട്ട് വിളിച്ചു. ദൈവം നീ തന്നു കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ദശാംശം ഏതെങ്കിലും ഒരു പപ്പ യാക്കോബക്കാരനാണ്, ഓർത്തഡോക്സുകാരനാണ്, പറഞ്ഞ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെന്തക്കോസ്തിലെ പാസ്റ്റർക്ക് കൊടുക്കും, അവർക്ക് ചർച്ച പണിയാൻ കൊടുക്കും. പപ്പ കൊടുത്തു. പുരയിടം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടേ എവിടെ കൊടുത്തെന്ന് പറയാനൊക്കത്തില്ല. എനിക്കറിയാം, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സഭയ്ക്കകത്ത് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് രാത്രി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവത്തെ പാർട്ട്ണറായിട്ട് വിളിച്ചാട്ട് അവൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. ആൻ ഐഡിയ പ്ലസ് ഹിസ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് യു റിച്ച്. നിങ്ങളുടെ സഭയെ റിച്ചാക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ റിച്ചാക്കും, നിങ്ങളുടെ ആരോഗ്യത്തെ റിച്ചാക്കും, നിങ്ങളുടെ കുടുംബ സമാധാനത്തെ റിച്ചാക്കും. ആൻ ഐഡിയ പ്ലസ് ഹിസ് പാർട്ട്ണർഷിപ്പ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.